ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനാകുന്ന യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നത് ഹീബ്രൂസ് ചാപ്റ്റർ 9 എബ്രായ ലേഖനം 9-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നത്. 11-14. അതിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി. പഴയ നിയമത്തിൻ്റെ യാഗങ്ങൾ പ്രധാനമായിട്ട് മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുന്നതാകുന്നുവെങ്കിലും അത് മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുവാനായിട്ട് സാധ്യമായില്ല. ഇന്ന് രാത്രി പ്രധാനമായിട്ട് നമ്മൾ അതിൻ്റെ 13-14 വാക്യം നമ്മൾ ഒരുമിച്ച് വായിച്ചുകൊണ്ട് ആ വാക്യത്തിൽ ഇന്ന് രാത്രി നിൽക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. 13-14 വാക്യം. ലെറ്റ് us all read together. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് അതിൻ്റെ 13-14 വാക്യം ശബ്ദമുയർത്തി വായിച്ചാട്ട്. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുന്നു, എത്രയധികമായിട്ട് യേശുവിൻ്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്നു. ഏതിനെ ശുദ്ധീകരിക്കുന്നു? അവിടെ പറയപ്പെടുന്ന വേർഡ് പ്രകാരമാണ് നിങ്ങളുടെ മനസ്സാക്ഷിയെ. ഇന്ന് രാത്രി നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുവാൻ പോകുന്നത് കോൺഷ്യൻസ്. ഒന്ന് നോട്ട് ചെയ്താട്ടോ. കോൺഷ്യൻസ്, മനസ്സാക്ഷി. മനസ്സാക്ഷി എന്ത്? തിരുവചനത്തിൽ എന്ത് മനസ്സാക്ഷിയെക്കുറിച്ച് പറയുന്നു? എന്താണ് അതിൻ്റെ പ്രാധാന്യതകൾ എന്നൊക്കെയുള്ളത് നമ്മൾ ഒരുമിച്ച് ഒന്ന് ചിന്തിപ്പിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. അതിനാധാരമായിട്ട് ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് 10-ാം അധ്യായം 22ാമത്തെ വാക്യം. ചാപ്റ്റർ 10:22. 10-ാം അധ്യായം 22ാമത്തെ വാക്യം കൂടെ. നാം ദുർമനസ്സാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. അവിടെ പറയപ്പെടുന്ന 22ാമത്തെ വാക്യം പറയുന്നു, നാം ദുർമനസ്സാക്ഷി നീങ്ങുമാറ്. ദുഷ്ടമായിരിക്കുന്നൊരു മനസ്സാക്ഷി നീങ്ങുമാർ. എന്താണ് മനസ്സാക്ഷി? ഇവിടെ പറയപ്പെടുന്നു, പഴയ നിയമ യാഗങ്ങൾക്ക് മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുവാൻ സാധ്യമായില്ല എങ്കിലും കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗത്തിന് മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുവാനായിട്ട് സാധിക്കും. ശ്രദ്ധിക്കണം ഈ വേർഡ്. പഴയ നിയമ യാഗങ്ങൾക്ക് മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുവാൻ സാധ്യമായില്ല എങ്കിലും പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗത്തിന് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുന്നു. നമുക്കറിയാം, പഴയ നിയമത്തിൽ യാഗം ചെയ്യുന്നത് യാഗപീഠത്തിൽ കൊണ്ട് യാഗവസ്തുവിനെ വെച്ച് ദഹിപ്പിച്ച് ആ യാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് പറയുന്നത് എന്തിനായിരുന്നു? പാപമോചനം ആണ്. ഓക്കെ, എവിടെ? എന്ത്? ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിക്കുകയുണ്ടായി, മഹാപുരോഹിതൻ പാപം ചെയ്യുമ്പോൾ ആ മഹാപുരോഹിതൻ പാപം ചെയ്തത് കൊണ്ട് ആ മൃഗത്തിൻ്റെ രക്തം, പാപത്തിന് പരിഹാരമായിട്ട് ചിന്തപ്പെട്ട മൃഗത്തിൻ്റെ രക്തം 3 സ്ഥലങ്ങളിൽ സമാഗമനകൂടാരത്തിൽ തളിക്കുന്നുവെന്ന് ഞാൻ പറയുണ്ടായി. എവിടൊക്കെ? ഒന്ന്, തിരശ്ശീലയ്ക്ക് മുൻപിൽ യാഗപീഠത്തിൻ്റെ ധൂപപീഠത്തിൻ്റെ കൊമ്പുകളിൽ, യാഗപീഠത്തിൽ 3 സ്ഥലങ്ങളിലാണ് ഒരു മഹാപുരോഹിതൻ പാപം ചെയ്താൽ പാപയാഗത്തിൻ്റെ മൃഗത്തിന് രക്തം തളിക്കുന്നത്. 3 പ്ലേസ്. ശ്രദ്ധിക്കണം, എന്തിന് രക്തം തളിക്കുന്നു? എന്താ അതിൻ്റെ പർപ്പസ്? പാപമോചനം, വീണ്ടെടുപ്പ്. ദാറ്റ്സ് ദ കറക്റ്റ് വേർഡ്, റിഡംഷൻ. എന്തോ നഷ്ടപ്പെട്ട ആ ബന്ധത്തെ റിഡീം ചെയ്യുകയാണ്. ഈ രക്തം അവിടെ കടന്നു വരുമ്പോൾ എന്തൊക്കെയോ അത് മടക്കി ലഭിക്കുന്നു. നമ്മൾ മനസ്സിലാക്കി, ഈ യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ രക്തം തളിക്കുമ്പോൾ എന്താണ് അതുകൊണ്ട് ലഭ്യമാകുന്നത്? ധൂപപീഠത്തിൻ്റെ കൊമ്പിളിൽ രക്തം പുരട്ടുമ്പോൾ എന്ത് ലഭിക്കുന്നു? അഥവാ വേറെ രീതിയിൽ ഞാൻ നിങ്ങളെ ചോദിക്കട്ടെ, മഹാപുരോഹിതൻ പാപം ചെയ്താൽ ആ പാപം കൊണ്ട് ഏതെല്ലാം ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു? 3 പ്രധാനപ്പെട്ട ബന്ധങ്ങൾ നഷ്ടപ്പെടും. നമ്മൾ ചിന്തിച്ചു. ഏതൊക്കെ? 1, ഫെലോഷിപ്പ് വിത്ത് ഗാഡ്. യെസ്. 2, വർഷിപ്പ്. 3, ക്ലിയർ കോൺഷ്യസ്. നമ്മളെല്ലാവരും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നവരാ. സാധാരണ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്നതാ. നിങ്ങൾ തിരിച്ചാ പറഞ്ഞേ. മനസ്സിലായല്ലേ? ഞാൻ പറഞ്ഞ വേർഡ് നിങ്ങൾ മനസ്സിലാക്കിയില്ല.
മനസ്സിലാക്കിയോ? ഞാൻ പറഞ്ഞു വന്ന് നമ്മളെല്ലാവരും ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകേണ്ടവരാ. നിങ്ങളിപ്പം പറഞ്ഞത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നതാണ്. എന്താണ് സാധാരണ സംഭവിക്കേണ്ടത്? എന്താണ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്? കോൺഷ്യസ് ബ്രേക്ക് ചെയ്യുക, ദുർമനസാക്ഷി അഥവാ മനസ്സാക്ഷി കുറ്റബോധം കൊടുക്കുക. അപ്പോൾ ഏത് വ്യക്തിയും പാപം ചെയ്യുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് മനസ്സാക്ഷി ആ ദൈവത്തിൽ നിന്ന് വിരുദ്ധമാകുന്നുവെങ്കിൽ അതിനെ റെഡീം ചെയ്യുവാനാണ് യാഗപീഠത്തിൽ കൊണ്ട് രക്തം തളിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏത് വ്യക്തിയുടെയും യാഗപീഠത്തിൽ രക്തം തളിക്കുന്നത് കൊണ്ട് അവർക്ക് ലഭ്യമാകേണ്ട ഒരു കാര്യമായിരുന്നു ഏത്? മനസ്സാക്ഷിക്ക് ഒരു നിർമ്മലത വേണം. എന്നാൽ എന്ത് സാധിച്ചില്ല? പഴയ നിയമത്തിൻ്റെ യാഗങ്ങൾക്ക് മനസ്സാക്ഷിക്ക് ഒരു ശുദ്ധീകരണം വരുത്തുവാൻ സാധ്യമായില്ല. അതുകൊണ്ട് എന്തുകൊണ്ട് വരുത്തുവാൻ, എന്താണ് അതിന് തെളിവ്? എന്തുകൊണ്ട് വന്നില്ല? അതിൻ്റെ 9-ാം അധ്യായം 9-ാമത്തെ വാക്യം, ചാപ്റ്റർ 9 വേഴ്സ് 9. അണ്ടർലൈൻ ദാറ്റ് വേഴ്സ്. മനസ്സാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത. അപ്പോൾ എന്താണ് പഴയ നിയമ യാഗങ്ങളുടെ പ്രത്യേകത? മനസ്സാക്ഷിയിൽ പൂർണ്ണ സമാധാനം. പൂർണ്ണ സമാധാനം, സമാധാനം എന്നുള്ള വാക്ക് നമ്മൾ പഠിക്കുകയുണ്ടായി. സമാധാനത്തിൽ എന്തുണ്ട്? സമാധാനത്തിലുള്ളത് എന്താ? സമാധാനത്തിലുള്ളത് റിക്കൺസിലിയേഷൻ. നോട്ട് ചെയ്താട്ട് നമ്മൾ നേരത്തെ നമ്മൾ ചിന്തിച്ചതാ. ഇൻ പീസ്, റിക്കൺസിലിയേഷൻ. സമാധാനത്തിൽ നിരപ്പുണ്ട്, നിരപ്പുണ്ട്, റീകൺസിലിയേഷൻ. അങ്ങനെയെങ്കിൽ ഇവിടെ പറയപ്പെടുന്നു പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയുമുള്ളതല്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ എന്താ അവിടുത്തെ വിഷയം? ദൈവത്തോട് റീകൺസൈൽ ചെയ്യുവാനായി സാധിക്കുന്നില്ല. ഈവൻ ദോ യാഗത്തിൻ്റെ ആവശ്യം അതാണ്, യാഗപീഠത്തിൽ കൊണ്ട് മൃഗത്തെ കൊല്ലുന്നതിൻ്റെ കാരണം അതാണെങ്കിൽ തന്നെയും ആ പർപ്പസ് അവരുടെ ജീവിതത്തിൽ മീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ പഴയ നിയമ യാഗങ്ങൾക്ക് കോൺഷ്യൻസിനെ ഒന്ന് ക്ലിയർ ചെയ്യുവാൻ സാധ്യമല്ല എങ്കിലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗത്തിന് നമുക്ക് ഒരു ക്ലിയർ കോൺഷ്യസ്, ഒരു ശുദ്ധ മനസാക്ഷി തരുവാൻ ദൈവം ശക്തനാണ്. യേശുവിൻ്റെ രക്തം നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കുന്നു. കരങ്ങളുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഒരു വലിയ മേന്മയാണ്, വലിയ മെച്ചമാണ് മനസ്സാക്ഷി എന്ന് പറയും. എന്താണ് മനസ്സാക്ഷി? വാട്ട് ഈസ് കോൺഷ്യൻസ്? ഒറ്റ വേർഡിൽ നമുക്ക് അതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാമെങ്കിൽ ഇങ്ങനെ ചെയ്യുവാൻ സാധിക്കും. കോൺഷ്യൻസ് എന്ന് പറയുന്നത് ദ നോളജ് ഓഫ് മൈൻഡ്, മനസ്സിൻ്റെ അറിവ്. കോൺഷ്യൻസ്, ദ നോളജ് ഓഫ് മൈൻഡ്, മൈൻഡിൻ്റെ ഒരറിവ്. രണ്ട് വേർഡുകൾ കൂടിയതാണ് കോൺഷ്യൻസ് എന്നുള്ള വേർഡ്. ഒന്ന് CON, രണ്ട് സയൻസ്, SCINCE. സയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അത് ജ്ഞാനം, നോളജ്. കാലങ്ങൾ മുൻപോട്ട് പോകും തോറും അതിന് ലഭിച്ച ഒരു മീനിങ് ആണ് സെൽഫ് കോൺഷ്യൻസ്, സെൽഫ് നോളജ്. കോൺഷ്യൻസ് മീൻസ് സെൽഫ് നോളജ്. കോൺഷ്യൻസ് മീൻസ് സെൽഫ് നോളജ്. അതിന് ഒരു ഡെഫിനിഷൻ നിങ്ങളത് നോട്ട് ചെയ്താട്ട്. കോൺഷ്യൻസ് ഈസ് ദി ഇന്നർ സെൻസ് ഓഫ് മൈൻഡ്. Conscience is the inner sense of mind to distinguish right or wrong in one's motives. Conscience is the inner sense of mind to distinguish right or wrong in one's motive. ഒരുവൻ്റെ വിചാരത്തിൽ കടന്നു വരുന്നതായിരിക്കുന്ന തെറ്റോ ശരിയോ
അതിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന ഒന്ന്, അതിനെ വിഭജിച്ച്, അതിനെ ഡിസ്റ്റിങ്വിഷ്, വേർതിരിച്ച് ഓർമ്മ തരുന്നത്, ഒരു സെൻസ് അറിവിലേക്ക് കൊണ്ടുവരുന്നതാണ് കോൺഷ്യൻസ് എന്ന് പറയുന്നത്. നമ്മൾ പ്രധാനമായിട്ട് ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് മനുഷ്യൻ്റെ ജീവിതത്തിലും ഈ കോൺഷ്യൻസ് ഉണ്ട്. എല്ലാവരുടെയും ജീവിതത്തിലും ഈ കോൺഷ്യൻസ് ഉണ്ട്. അത് ഏത് വ്യക്തിയായാലും, ദുഷ്ടനോ നല്ലവനോ ആയിരുന്നാലും, എങ്ങനെ അത് വെളിപ്പെടുവാൻ സാധിക്കും? നമ്മൾ ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ബോധം തരുന്നു, ഒരു സ്മോൾ ഇന്നർ വോയിസ്. ഉള്ളിൽ തന്നെ ഒരു ശബ്ദമുണ്ടാകുന്നു, ഈ ഉള്ളിൽ തന്നെ ഒരു ചിന്ത കടന്നു വരുന്നു, ഞാൻ ചെയ്യുന്നത് ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ്. എൻ്റെ ഉള്ളിൽ തന്നെ ആ ബോധം എനിക്ക് തരികയാണ്. ആ തരുന്നത് മറ്റാരുമല്ല, നമ്മളിൽ ദൈവം വെച്ചിരിക്കുന്ന കോൺഷ്യൻസ് ആണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് മനസ്സിലാക്കണം, എന്നിലും നിങ്ങളിലും കൂടെ ഒരു ഇന്നർ വോയിസ് കടന്നു വരുമ്പോൾ അത് ആ കോൺഷ്യൻസിൻ്റെ പ്രവർത്തനമെന്ന് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ജീവൻ ദൈവം സൃഷ്ടിച്ച പ്രധാനമായിട്ടുള്ള 3 സ്റ്റെപ്പുകളെയാണോ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. ഇൻ കണക്ഷൻ വിത്ത് ലൈവ്സ്, ജീവനുമായിട്ടുള്ള ബന്ധത്തിൽ 3 സൃഷ്ടിപ്പുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇൻ കണക്ഷൻ വിത്ത് ലൈവ്സ്, ജീവനുമായുള്ള ലക്ഷണത്തിൽ. അതിൽ ഏറ്റവും പ്രാരംഭമായിട്ട് ദൈവം സൃഷ്ടിച്ചതാണ് വൃക്ഷങ്ങൾ, ചെടികൾ. ജെനസിസ് ചാപ്റ്റർ 1 വേഴ്സ് 11 and 12 ശ്രദ്ധിച്ച് നിങ്ങളായിരിക്കണം. ജെനസിസ് ചാപ്റ്റർ 1 വേഴ്സ് 11 and 12. ആരും കൂടെ ശബ്ദമേറ്റി വായിച്ചോട്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം ആദ്യമായിട്ട് സൃഷ്ടിച്ചതായിരിക്കുന്ന ജീവന്റെ ലക്ഷണം, ജീവനുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം സൃഷ്ടിച്ചു. ദൈവം അതിനു മുമ്പ് പലതും സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ ജീവൻ പുറപ്പെടുവിക്കുന്നതുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ആദ്യത്തെ സൃഷ്ടിപ്പെന്ന് പറയുന്നത് ജീവജാലങ്ങളെയാണോ ദൈവം സൃഷ്ടിച്ചത്. ദൈവം അതിനെന്ത് കൊടുത്തു? ദൈവം അതിനെ അത് ഫലം കൊടുക്കുവാൻ തക്കവണ്ണം, ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം, അത് വംശവർദ്ധനവിലേക്ക് നടത്തുവാൻ തക്കവണ്ണം, അതിൽ ജീവന്റെ ലക്ഷണമായിട്ടാണ് അതിനെ നിർത്തിയത്. എന്തുണ്ടായിരുന്നു ഈ പ്രത്യേകമായിരിക്കുന്ന വൃക്ഷങ്ങൾക്ക്, ചെടികൾക്ക്? നമുക്കറിയാം, അതിൽ ബോഡിയുണ്ട്. ഇറ്റ്സ് നോട്ട് എ ബോഡി. എന്താ ബോഡി കൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത്? അതിനകത്ത് തന്നെ ലൈഫുണ്ട്. ശ്രദ്ധിക്കണം ഞാൻ ഈ പറയുന്ന ഓരോ വേർഡുകൾ. അതിനകത്ത് തന്നെ ലൈഫുണ്ട്. ഇതിൽ കൂടെ ലൈഫ് അതിനെ പ്രൊഡ്യൂസ് ചെയ്യുവാൻ സാധിക്കും. പല മീഡിയാസ് അതിന് വേണമെങ്കിലും ഇതിൽ കൂടെ തന്നെ അത് ലൈഫ് വീണ്ടും അതിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട് സാധിക്കും. എന്താ ഈ ബോഡി കൊടുക്കുന്നത്? നിങ്ങൾക്കറിയാം, ബോഡി കൊടുക്കുന്നത് ഒരു സെൻസ് കോൺഷ്യസ് ആണ്, അറിവിനെ കുറിച്ചുള്ള ബോധം. നോട്ട് ചെയ്താട്ട്, BTH പഠിച്ചിട്ടുള്ളവർക്ക് അത് പഠിച്ചിട്ടുള്ള വിഷയമാണ്. ബോഡി gives sense conscience. ദൈവത്തിൻ്റെ അടുത്ത ജീവനുമായിട്ടുള്ള ബന്ധത്തിലുള്ള സൃഷ്ടിപ്പാണോ ജന്തുക്കൾ എന്ന് പറയുന്നത്? പ്രാണികൾ, കൂട്ടമായി ചരിക്കുന്നതായിരിക്കുന്ന, ജലത്തിൽ ജീവിക്കുന്നതായിരിക്കും ജന്തുക്കൾ, മത്സ്യങ്ങൾ, അതിനെ ദൈവം സൃഷ്ടിച്ചു. വായിച്ചോട്ട് ജെനസിസ് ചാപ്റ്റർ 1 വേഴ്സ് 20-22. ഉൽപ്പത്തി 1-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യം. ഇവിടെ ഇതിനെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ദൈവം ഈ പറവയും അഥവാ ഈ ജന്തുക്കളെ ദൈവം സൃഷ്ടിക്കുമ്പോൾ അതിന് ഒരു ശരീരം മാത്രമല്ല, അതിന് ഒരു സോൾ കൂടെ ഉണ്ട്. ഒരു സോൾ, ഒരു പ്രാണൻ. ഈ പ്രാണൻ കൊണ്ട് എന്താണ് അതിനുള്ള പ്രത്യേകത? ഒരു വൃക്ഷത്തിന് ഇല്ലാത്തൊരു പ്രത്യേകത അതിനുണ്ട്. അതൊരു ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്, ഒരു സ്വഭാവം അതിനകത്ത് തന്നെ ഉണ്ട്. ഈ സോളാണ് നമ്മുടെ സ്വഭാവം വെളിപ്പെടുത്തുന്നത്, സ്വഭാവത്തെ മുൻപിലേക്ക് കൊണ്ട് ബിഹേവിയർ വെളിപ്പെടുത്തുന്നത്. എന്താണ് ഈ സോൾ ചെയ്യുന്നത്? സോൾ കൊടുക്കുന്ന പ്രധാനമായിട്ട് സെൽഫ് കോൺഷ്യസ്, സ്വയബോധം, സ്വയത്തെക്കുറിച്ചുള്ള ഒരു ബോധം. അതോടൊപ്പം തന്നെ ഒരു സൃഷ്ടിക്കുമില്ലാത്തൊരു പ്രത്യേകതയാണോ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ചെയ്തത്? എന്താ സംഭവിച്ചത്? ദൈവം മനുഷ്യനിൽ ഒരാത്മാവ് കൂടെ വെച്ചു. ബാക്കിയുള്ള ഒന്നിനും അതില്ല. മനുഷ്യൻ എന്ന് പറയുന്നത് 3 ഭാഗങ്ങൾ കൂടി. ഒന്ന് ശരീരം,
പ്രാണൻ, ആത്മാവ്. 1 Thessalonians chapter 5 verse 23. വാക്യമെടുത്ത് വായിക്കേണ്ട 1 Thessalonians 5:23. അവിടെ പറയുന്നു, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിത്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അപ്പോൾ എന്താ അവിടുത്തെ വിഷയം? ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവൻ ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റുള്ള ഒരു സൃഷ്ടിക്കും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ ദൈവം കണ്ടത്. അതാണ് ഒരാത്മാവിനെ കൊടുത്തു. ആത്മാവിനെ എന്ത് കൊടുക്കുന്നു? എന്താ ലഭിക്കുന്നത്? ഒരു സെൻസ്, ഒരു ഗോഡ്സ് കോൺഷ്യസ് കൊടുക്കുന്നു. നോട്ട് ചെയ്താട്ട്, ദ സ്പിരിറ്റ് ഗിവ്സ് God's conscience. The Spirit gives God's conscience. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ബോഡി കൊടുക്കുന്നത് ഒരു സെൻസ് കോൺഷ്യൻസ്, സോൾ കൊടുക്കുന്നത് ഒരു സെൽഫ് കോൺഷ്യൻസ്, അതോടൊപ്പം തന്നെ സ്പിരിറ്റ് കൊടുക്കുന്നത് ഒരു ഗോഡ്സ് കോൺഷ്യൻസ്. നമ്മുടെ ചിന്തയിൽ പ്രധാനമായിട്ട് നിൽക്കുന്നത് മൈൻഡ്, സോൾ ആയതുകൊണ്ട് ആ സോളിലേക്ക് ഞാൻ കടന്നു വരികയാണ്. എങ്ങനെയാണോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? ഒരു വാക്യം ഒന്ന് വായിച്ചോട്ടെ. ഉൽപ്പത്തി 2-ാം അധ്യായം 6-7 വാക്യം. ജെനസിസ് ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 6 and 7. 6-7 ശ്രദ്ധിക്കുക. ആ വേർഡ്, ദൈവം, യഹോവയായ ദൈവം മണ്ണുകൊണ്ട് ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു, ഒരു രൂപത്തെ ഉണ്ടാക്കി. ദൈവം ഉണ്ടാക്കിയത് ഒരു ഫിസിക്കൽ ബോഡി. അനേക വേദ പണ്ഡിതന്മാർ ഇപ്രകാരം ചിന്തിക്കുന്നുണ്ട്. ഈ മനുഷ്യനിൽ ഒരു ശരീരം ഉണ്ടാക്കിയപ്പോൾ ആ ശരീരമെന്ന് പറയുന്നത് ഒരു ചത്തുകിടക്കുന്ന അഥവാ ഒരു മരിച്ച ഒരു ശരീരമായിരിക്കയില്ല. ശരീരത്തിന് ഒരു ജീവനുള്ളത് പോലെ തന്നെ ഈ മനുഷ്യന്റെ ശരീരത്തിനും ഒരു ജീവൻ ഉണ്ടായിരിക്കുവാൻ ചാൻസ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് കൺഫേംഡ്. ബട്ട് വാട്ട് എവർ മേ, നമുക്കറിയാം, ഒരു ശരീരം മാത്രമുള്ള ഒരു വൃക്ഷത്തിന് അതിൽ തന്നെ ജീവനുണ്ട്. എന്നാൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രത്യേകത, ദൈവം മണ്ണുകൊണ്ട് ഒരു രൂപമുണ്ടാക്കി. ആ രൂപത്തിന്മേൽ ദൈവം തന്റെ ജീവശ്വാസമോതി. God breathed on him. ദൈവം തന്റെ ജീവശ്വാസമോതി എന്ന് പറഞ്ഞാൽ തൻ്റെ ആത്മാവിനെ ദൈവം ഊതി. അതുകൊണ്ട് മനുഷ്യന് ലഭിച്ച ഒരു ബെനിഫിറ്റ് ആണ്, ഒരു അഡീഷണൽ ഗിഫ്റ്റ് ആണ് സോൾ എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ജന്തുക്കളെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അതിനെ ഇപ്രകാരമല്ല സൃഷ്ടിച്ചത്. ജന്തുക്കളെ സൃഷ്ടിച്ചപ്പോൾ അതും ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെയാണ്. ആ സൃഷ്ടിപ്പിൽ തന്നെ സോൾ അതിനകത്ത് ഉണ്ട് എങ്കിൽ, എല്ലാ ജന്തുക്കൾക്കും അതിൻ്റെ സോൾ ഉണ്ട് എങ്കിൽ, മനുഷ്യന്റെ സൃഷ്ടിപ്പുമായിരിക്കുന്ന ബന്ധത്തിൽ മനുഷ്യനിൽ ഒരു സോൾ ദൈവം വെച്ചതല്ല. പിന്നെയോ മനുഷ്യനെ ദൈവം മണ്ണുകൊണ്ട് നിർമ്മിച്ച് മനുഷ്യൽ തന്റെ ജീവശ്വാസം ഊതി, ദ ബ്രെത്ത് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ ശ്വാസം മനുഷ്യനിലേക്ക് ഊതിയപ്പോൾ മനുഷ്യന് ലഭിച്ച ഒരു ബെനിഫിറ്റ് ആണ് സോൾ എന്ന് പറയുന്നത്. സോൾ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം ആ വേർഡ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം സൃഷ്ടിച്ചതായ ശരീരം, ആ ശരീരത്തിൽ ദൈവം തന്റെ ജീവശ്വാസം മോദി അതിൽ കൂടെ ഉടലെടുത്തതാണ് ദ സോൾ. എന്താ അവിടെ പറയുന്നത്? ഹി ബിക്കെയിം എ ലിവിങ് സോൾ എന്ന് പറഞ്ഞാൽ അവൻ ജീവനുള്ള ദേഹിയായി മാറ്റപ്പെട്ടു. അവൻ ജീവനുള്ള ദേഹിയായി മാറ്റപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സോളിന് പ്രധാനമായിട്ട് 3 വിധ പ്രവർത്തനങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. സോളിൽ 3 parts, 3 പ്രധാനപ്പെട്ട പാർട്ടുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇൻ സോൾ പ്രധാനമായിട്ട് 3 പാർട്ടുകൾ. 1 മൈൻഡ്, മനസ്സ്. 2 ഇമോഷൻസ്, വിചാരങ്ങൾ. 3 വിൽ. അപ്പോൾ പ്രാണനിലുള്ളതായിരിക്കുന്ന 3 ഭാഗങ്ങൾ. 1 അവനിൽ എന്തുണ്ട്? ഒരു മൈൻഡ്, അതോടൊപ്പം തന്നെ ഇമോഷൻസ്, അതോടൊപ്പം തന്നെ ഒരു വിൽ. ഇത് മനുഷ്യനിലേക്ക് നമ്മൾ പഠിക്കുമ്പോൾ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വെളിപ്പെടുന്ന 3 ഭാഗങ്ങളാണ്. ദ സ്റ്റാർട്ട് വിത്ത്, ഒരു മനുഷ്യൻ എല്ലാവരുടെയും ജീവിതത്തിൽ ആദ്യമായിട്ട് വരുന്നത് അവരുടെ മൈൻഡിലാണ് പ്രവർത്തിക്കുന്നത്. എന്താ സംഭവിക്കുന്നത്? തിങ്ക് വിത്ത് എ മൈൻഡ്. നോട്ട് ചെയ്താട്ട്, മൈൻഡ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് തിങ്ക്, ചിന്തിക്കുക. അവിടെയാണ് ചിന്തകൾ കടന്നു വരുന്നത്.
അവിടെയാണ് വിചാരം, അവിടെയാണ് ചിന്തിക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ്, ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ ചിന്ത നമ്മളെ എന്തിലേക്ക് നടത്തും? ഇമോഷനിലേക്ക് നടത്തും. ഈ ഇമോഷൻ, അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഇമോഷൻ നമുക്ക് എങ്ങനെ മനസ്സിലാക്കും? ഫീൽ വിത്ത് ഇമോഷൻ. ഫീൽ വിത്ത് ഇമോഷൻ. ഇമോഷൻ ആണ് എന്നുള്ളത് നമ്മളത് അനുഭവിച്ചറിയുക, നമ്മളത് ഫീൽ ചെയ്യുക, നമ്മളത് മനസ്സിലാക്കുക. നമ്മളെ എന്തോ മുമ്പോട്ട് പ്രേരിപ്പിച്ചു വിടുകയാണോ? അപ്പോൾ ഫീൽ വിത്ത് ഇമോഷൻ. അതിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഡിറ്റർമൈൻ വിത്ത് ദ വിൽ. അവിടെയാണ് ഒരു തീരുമാനമെടുക്കുന്നത്, ഡിറ്റർമൈൻ ചെയ്യുന്നത്, ഒരു തീരുമാനത്തിലേക്ക് കടന്നു വരുന്നത്. ഡിറ്റർമൈൻ വിത്ത് ദ വിൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രാണൻ, ഈ സോളിലെ പ്രധാനമായിട്ട് 3 പാർട്ടുകൾ. അതിൻ്റെ ഒന്നാമത്തെ പാർട്ടാണ് മൈൻഡ്. അവിടെ എന്താ സംഭവിക്കുന്നത്? അതാണ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തിങ്ക്, ഒന്ന് ചിന്തിക്കുക. ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരിക. പക്ഷേ ആ ചിന്ത നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ, ആ ചിന്തയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കുമ്പോൾ അത് രണ്ടാമത്തെ ലെവലിലേക്ക് മാറും. ആ ചിന്ത എൻ്റെ ഒരു ഇമോഷനായിട്ട് മാറും. ആ ഇമോഷണലായി മാറി നീ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഞാനത് ഫീൽ ചെയ്യുക. പെട്ടെന്ന് ഒരാളോടുള്ള ദേഷ്യം എൻ്റെ മനസ്സിൽ കടന്നു വന്നു, ആ ചിന്ത കടന്നു വന്നു. ആ ചിന്ത കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനങ്ങ് കത്തി തിളക്കുക. അത് എവിടുന്നാണ് കൊണ്ടുവന്നത്? ഇമോഷൻ. കാരണം ആ ചിന്തയുടെ നെക്സ്റ്റ് എഫക്റ്റാണ്, അതിന് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഞാൻ എൻ്റെ ഇമോഷൻ ആകുന്നത്, ഇമോഷനിലേക്ക് പോകുന്നത്. ഈ ഇമോഷനായി കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഞാനൊരു ഡിറ്റർമിനേഷൻ. ഇവനെ കൊന്നച്ചേ കാര്യമുള്ളൂ. എവിടെ വന്നു? ദ ഫസ്റ്റ് തിങ് നിങ്ങൾ മനസ്സിലാക്കണം, ആദ്യത്തെ പ്രധാനത ചിന്തയാണ്. അത് മനസ്സിലാണ് ആ ചിന്ത വന്നത്. ആ ചിന്ത ഒരു വികാരമായിട്ട് മാറ്റപ്പെട്ടു. എല്ലാ ചിന്തകളും വികാരമായിട്ട് മാറ്റപ്പെടാം. ആ വികാരം എന്തിലേക്ക് നടത്തി? ഒരു തീരുമാനത്തിലേക്ക് നടത്തി. ഇതാണ് കയീന് സംഭവിച്ചത്. ഈ 3 ലെവൽ. കയീൻ ഹാബേലിനെ കൊല്ലുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് താൻ ചിന്തിച്ചു. ആ ചിന്ത ഒരു വികാരമായിട്ട് മാറി. എങ്ങനെയെങ്കിലും എൻ്റെ സഹോദരനെ എനിക്ക് കൊല്ലണം. ആ വികാരം മൂന്നാമതായിട്ട് തൻ്റെ തീരുമാനമായിട്ട് മാറി. ഇതാണ് മൈൻഡിൻ്റെ പ്രവർത്തനം, സോളിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഈ 3 മേഖലകളിൽ പ്രവർത്തിച്ചു വരുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന ഫലം പുറപ്പെടുന്നത്. ഞാൻ നേരത്തെ പറയുണ്ടായി, സെൽഫ് നോളജ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടത്? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, മനുഷ്യനിൽ കോൺഷ്യൻസ് പ്രവർത്തിച്ചുകൊണ്ട് ഇരുന്നു എന്നുള്ളത് വെളിപ്പെടുവാൻ ഇടയാകുന്നത് ഏദൻ തോട്ടത്തിൽ അവർ പാപം ചെയ്യാതിരുന്നപ്പോൾ അല്ല. അവർ പാപം ചെയ്യാതിരുന്നപ്പോൾ അവരുടെ കോൺഷ്യൻസ് പ്രവർത്തിച്ചുവോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. എന്നാൽ അവരുടെ കോൺഷ്യൻസ് അവിടെ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ വേർഡ്. അവർ പാപം ചെയ്യാതിരുന്നപ്പോൾ അവരുടെ മനസ്സാക്ഷി പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. മനസ്സാക്ഷി പ്രവർത്തിക്കത്തില്ല. കാരണം ദൈവം അവരെ ഏദൻ തോട്ടത്തിലാക്കിയപ്പോൾ ദൈവം അവരോട് പ്രകാരം പറഞ്ഞു, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെയും ഫലം നിങ്ങൾക്ക് തിന്നരുതല്ല, അതിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. അപ്പോൾ ഇവർ ഒറ്റ കാര്യം മാത്രമേ ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു, തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം ഇവര് തിന്നരുത് എന്ന് പറഞ്ഞാൽ ഇവർക്ക് അതുവരെ അറിയാതിരുന്നൊരു കാര്യം ദൈവം ഇപ്പോൾ വെളിപ്പെടുത്തി കൊടുക്കുക. ഇതുവരെ മനസ്സിലാക്കാതിരുന്നൊരു കാര്യം ദൈവം പറഞ്ഞു കൊടുക്കുക. ആദമിന് ഈ വൃക്ഷത്തിന്റെ ഫലം ഇന്നതാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ദൈവത്തിന് വീണ്ടും അഡീഷണൽ ആയിട്ട് ഇത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഏദൻ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ മരിക്കുമെന്നുള്ള അറിവ് അവനിലില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണമോ ദോഷമോ മനുഷ്യൻ അറിയത്തില്ലായിരുന്നു. ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞു പോയിന്റ്. അതിൻ്റെ ഗുണം ദോഷവും അവൻ അറിയത്തില്ല, നന്മയത് തിന്മയതെന്ന് അവൻ അറിയത്തില്ല. പക്ഷെ ദൈവം അവനോട് ഒരു കാര്യം പറഞ്ഞു, നീ തോട്ടത്തിൽ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് പറഞ്ഞാൽ ദൈവം അവനെ സൃഷ്ടിച്ചതും ആക്കി വെച്ചതും ഇന്നസെൻസിലാണ്, നിഷ്കളങ്കതയിലാണ്.
അവന് ഇന്നസെന്റ് ആയിട്ടാണ് ദൈവം വെച്ചത്. അതുകൊണ്ടാണ് ദൈവം ഒരു അഡീഷണൽ നോളജ് അവന് കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. എന്നാൽ പിശാച് വന്ന് ഈ ഹവ്വയോട് പറഞ്ഞ വേർഡ് ഇപ്രകാരമാണ്: ഈ അതിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കയില്ല, നിശ്ചയം. നീ ആരെ പോലാകും? നീ ദൈവത്തെ പോലെയാകും. ദൈവം ആര്? നന്മയും തിന്മയും തിരിച്ചറിയുവാൻ കഴിവുള്ളവനാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന് തിന്മ, എനിക്ക് തോന്നുന്നു പണ്ട് നമ്മൾ ഇവിടെ വെച്ച് ചിന്തിച്ചിട്ടുണ്ട്, ദൈവത്തിന് തിന്മ അറിയത്തില്ല. പക്ഷെങ്കിൽ ദൈവം തിന്മയാണെന്ന് അറിയുന്നത് എങ്ങനെയാണ് അറിയുന്നത്? മനുഷ്യൻ തിന്മ ചെയ്യുന്നത് കൊണ്ടാണ്. മനസ്സിലായില്ല? ദൈവത്തിന് തിന്മ അറിയത്തില്ല. കാരണം ദൈവം നല്ലവനായതുകൊണ്ട് ദൈവത്തിൽ നിന്ന് വരുന്നത് മുഴുവൻ എന്തായിരിക്കും? നല്ലത് മാത്രം. എന്നാൽ തൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായിരിക്കുന്ന ഒരു പ്രവർത്തനം മറ്റൊരാളിൽ നിന്ന് കടന്നു വരുമ്പോൾ ദൈവത്തിനറിയാം അത് തെറ്റാണെന്ന്. മനസ്സിലായില്ല? ഇതാ മനസ്സിലായില്ല? ഞാൻ പറഞ്ഞു വന്നത്, ദൈവം നല്ലത് മാത്രമേ ദൈവത്തിന് അറിയത്തുള്ളൂ. ദൈവത്തിന് ദോഷം അറിയത്തില്ല. ദൈവം നല്ലവൻ. അപ്പോൾ ഈ നല്ലവനായിരിക്കും ദൈവത്തിന് എങ്ങനെയാ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്? എങ്ങനെയാ? ദൈവത്തിൻ്റെ സ്വഭാവം നല്ലതായതുകൊണ്ട് ആ സ്വഭാവത്തിന് വിരുദ്ധമായിരിക്കുന്ന ഒരു പ്രവർത്തനം മറ്റൊരാളിൽ കൂടെ വെളിപ്പെടുമ്പോൾ ദൈവത്തിന് മനസ്സിലാക്കാം, ഇത് എൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. മനസ്സിലായോ നിങ്ങൾക്ക്? ദൈവം പണ്ട് ഇവിടുത്തെ ആൾക്കാരെ കുറിച്ച് പറയും. ഇവിടുത്തെ ആൾക്കാരെ സകല വക്രതയും പഠിപ്പിച്ചത് ആരാന്നറിയാമോ? അവർക്കതറിയത്തില്ലായിരുന്നു. പക്ഷെങ്കിൽ എന്ത് ചെയ്തു? നമ്മൾ പഠിപ്പിച്ചു. നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു, ഇന്നതാ ചെയ്യേണ്ടത്, ഇന്ന പോലെയാണ്, ഇന്ന ആളെ പാര വെക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പരസ്യം കാണുമ്പോൾ എനിക്ക് വലിയ ഒരു രസം തോന്നി. അതിനകത്ത് ഈ ഗോൾഡിൻ്റെ പരസ്യം കാണുമ്പോൾ ഒരു 3-4-5 ഈ സ്വർണ്ണക്കടക്കാരുടെ പരസ്യം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർ കാണിക്കുന്ന സകല കള്ളത്തരങ്ങളും. ഇല്ലേ? അല്ലേ? അല്ലേ? നമ്മളറിയുമോ? നിങ്ങൾ സ്വർണ്ണക്കടയിൽ പോയി സ്വർണ്ണം മേടിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, സ്വർണ്ണത്തെ പോലെ ഉള്ള കളറിൽ ഏതെങ്കിലും തരും, അത് നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാകാൻ പറ്റും. ആരാ പഠിപ്പിച്ചേ? ഈ അഡ്വർടൈസ്മെൻ്റ് ഇല്ലായിരുന്നു നമ്മൾ ഈ വക്കത വല്ലതും പഠിക്കുമോ? പറഞ്ഞാട്ടെ, പഠിക്കുമോ? ശ്രദ്ധിക്കണേ കേട്ടോ, അഡ്വർടൈസ്മെൻറ്റ് വളരെ അനുഗ്രഹമാണ്. എന്താ ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് മനസ്സിലായോ? പലപ്പോഴും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇപ്പോഴാ ചിന്തിക്കുന്നില്ലേ ഇങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ ഉണ്ട്. പലപ്പോഴും ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവത്തിന് ദോഷം അറിയത്തില്ല. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ഇത് വെളിപ്പെട്ടത്? ദൈവത്തിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായിരിക്കുന്ന ഒരു പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നു വരുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് ഒരു കാര്യം അറിയാം, ഇവൻ ചെയ്യുന്നത് തെറ്റാ. എന്താ ഇവിടെ സംഭവിച്ചത്? നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ വിഷയങ്ങളല്ലേ? എന്താ ഇവിടെ സംഭവിച്ചത്? ഇവിടെ ദൈവം ആദമിനെ ഏദൻ തോട്ടത്തിലാക്കുമ്പോൾ അവരുടെ മനസ്സാക്ഷി നിർജീവമായിരുന്നു. തെറ്റും ശരിയും അവർക്ക് അറിയത്തില്ല. They were in the innocent stage. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ് അവർ പിറന്നു വീണത്. ദൈവരാജ്യത്തിൽ ഒരു മുതിർന്ന പ്രായമുള്ളവനായിട്ടാണ് ആദം ഏദൻ തോട്ടത്തിൽ ദൈവം സൃഷ്ടിച്ചതെങ്കിലും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാ ദൈവമാക്കിയത്, നന്മയും തിന്മയും തിരിച്ചറിയാതെ. എന്നാൽ എന്ത് സംഭവിച്ചു അവരുടെ ജീവിതത്തിൽ? ആദം പാപം ചെയ്തപ്പോൾ, ഹവ്വ പാപം ചെയ്തപ്പോൾ ഒരു കാര്യം അവർ മനസ്സിലാക്കി, തങ്ങൾ നഗ്നരാണ്. ആരാ ഈ ബോധം കൊടുത്തത്? ഈ ബോധം കൊടുത്തത് കോൺഷ്യൻസ് എന്ന് പറഞ്ഞാൽ, എപ്പോൾ അവർ പാപം ചെയ്തുവോ, എപ്പോൾ ദൈവത്തോട് അവർ തെറ്റ് ചെയ്തുവോ, ആ സമയം മുതൽ അവരുടെ കോൺഷ്യൻസ് പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങി. മനസ്സിലാവുന്ന പറഞ്ഞു വരുന്നേ? അവർ പാപം ചെയ്യുന്നതിന് മുമ്പ് അവരുടെ കോൺഷ്യൻസിന്റെ ആവശ്യമില്ല. They were in their innocent stage.
അതുകൊണ്ട് വാട്ട് എവർ ദേ ഡു ഇൻ ദർ ഇന്നസെന്റ് സ്റ്റേജ് ഓൾ വർ കറക്റ്റ്. ഒന്നും തെറ്റല്ല. ഒരു കുഞ്ഞിൻ്റെ അടുത്തൊരു കത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ കത്തി എടുത്ത് വെട്ടിയാലും ആ കുഞ്ഞിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതാ ചെയ്യുന്നതെന്നാണ്. അറിയത്തില്ല. വാട്ട് എവർ ദേ ഡു, എന്ത് ചെയ്താലും. കാരണം അതാണ് ആ ഇന്നസെന്റ് സ്റ്റേജിൻ്റെ ഒരു പ്രത്യേകത. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ ഇവർ പാപം ചെയ്തതായ സമയത്ത് സംഭവിച്ചത്, ഇവരുടെ മനസാക്ഷി ജീവിക്കുവാനായിട്ടിടയായിരുന്നു. ആ മോമെന്റ് മുതലാണ് മനസാക്ഷി ജീവിച്ചത്. പിശാച് ഹവ്വയോട് പറഞ്ഞത് സത്യമാ. ഒരു കാര്യം എന്താ, മരിക്കയില്ലെന്ന് പറഞ്ഞ കള്ളമാ. പക്ഷേ നീ നന്മയും തിന്മയും തിരിച്ചറിവുള്ളവളാകും എന്ന് പറഞ്ഞത് സത്യമാണ്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ആഗ്രഹമായിരുന്നില്ല നീ നന്മയും തിരിച്ചറിഞ്ഞ് ജീവിക്കണമെന്നുള്ളത്. ദൈവത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ആ ഇന്നസെൻസിൽ മുൻപോട്ട് പോകണമെന്നുള്ളതാണ്. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്നും ദൈവം ആഗ്രഹിക്കുന്നത് ആ ഇന്നസെൻസിൽ ജീവിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇതുകൊണ്ടാണ് കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ തിരിഞ്ഞ് ഇന്നസെൻസിയിൽ വന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. മനസ്സിലായല്ലേ ഞാൻ പറഞ്ഞു വന്ന്? നിങ്ങൾ തിരിഞ്ഞോ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഇന്നസെന്റ് സ്റ്റേജിലേക്ക് മടങ്ങി വരണം. ദൈവമക്കളെ ശ്രദ്ധിച്ചോണേ, ക്രിസ്തീയ ജീവിതങ്ങൾ മുൻപോട്ട് കടന്നു പോകുമ്പോൾ മറ്റുള്ളവരുടെ എല്ലാ ഇന്നസെൻസിയിൽ നമ്മൾ ദൈവത്തെ വിളിക്കാൻ ഇറങ്ങിത്തിരിച്ചവരാണെങ്കിലും മറ്റുള്ളവരുടെ വക്രതയും ഈ കബളിപ്പൊക്കെ കണ്ട് 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 നമ്മളും ആരായി മാറ്റപ്പെടുമെന്നറിയാമോ? അത് സ്വാഭാവികമാണ് ഇല്ലേ? വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കും, ഞാനെന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ? അവൻ കാണിക്കുന്ന അങ്ങനെ, പുള്ളിയുടെ കൈ വലിയ വേദവസ്തവായിരിക്കുന്നത്, എൻ്റെ കൊച്ചു വേദവസ്തവാണ്. എന്താ സംഭവിച്ചത്? സംഭവിച്ചത് ഒറ്റ കാര്യമേ ഉള്ളൂ, എൻ്റെ നിഷ്കളങ്കത എൻ്റെ ജീവിതത്തിൽ വിട്ടുമാറ്റപ്പെട്ടു. ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളത് നമ്മൾ കാണുമ്പോൾ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടവരിൽ കൂടെ അത് കാണാതിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരു കൺസെപ്റ്റിലേക്ക് വരും, ഇത്രയൊന്നും പോകേണ്ട കാര്യമില്ല. അപ്പൊ എന്താ ഇവിടെ സംഭവിച്ചത്? അവരുടെ കോൺഷ്യൻസ് പ്രവർത്തിക്കുവാനിടയായിത്തീർന്നു. എന്നിട്ട് എന്ത് നഷ്ടപ്പെട്ടു? അവരുടെ ഇന്നസെൻസി അവരിൽ നിന്ന് മാറ്റപ്പെട്ടു. ശ്രദ്ധിച്ചോണേ, ഇന്നസെൻസി മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്. കർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പം ദൈവത്തെ കാണണമെങ്കിൽ ഹൃദയം എന്തായിരിക്കണം? മനസ്സിലായല്ലോ? ഹൃദയശുദ്ധി എന്ന് പറയുന്നതാണ് ഇന്നസെൻസ്. അതില്ല എങ്കിൽ ദൈവത്തെ കാണാൻ പറ്റത്തില്ല. നമ്മൾ മനസ്സിലാക്കിക്കോണം, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഇപ്രകാരമുള്ള ദുഷ്ടതയും വക്രതയുടെ നടുവിൽ അനിന്ദരായി വെളിപ്പെടുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നെന്നുള്ള ഒരു കാഴ്ചപ്പാടാ നമുക്ക് വേണ്ടേ. അതുകൊണ്ട് മറ്റുള്ളവർ എന്ത് കാണിച്ചാൽ ഞാനത് കാണിക്കുമെന്നല്ല, എനിക്ക് അത് ഒരു പാഠമായി മാറണം. അതാ ജീവിതത്തിൽ വേണ്ടത്. എന്താ ഇവിടുത്തെ വിഷയം? എന്നാ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, ആദാം പാപം ചെയ്തു. പാപം ചെയ്തുകൊണ്ട് ആദമിനൊരു ഗുണം ലഭിച്ചു, അവൻ്റെ കോൺഷ്യൻസ് പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങി. അവിടെ മുതലാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ കോൺഷ്യൻസിൻ്റെ പ്രവർത്തനം വ്യക്തമായി വെളിപ്പെട്ടത്. തുടർന്ന് നമ്മൾ കാണുമ്പോൾ അനേക ഭാഗങ്ങൾ എല്ലാ ഇടങ്ങളിലും കാണുന്നുണ്ട്. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് നമ്മളൊരു കാര്യം പഠിച്ചു. ദൈവത്തിൻ്റെ വചന 7 എഡിഷനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി. ആ ആദിമ കാലത്ത് ഈവൻ ദൈവം ന്യായപ്രമാണം കൊടുക്കാതിരുന്ന സമയത്ത് നോഹയെക്കുറിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, നോഹ തൻ്റെ പ്രവൃത്തിയിൽ ദൈവം അവനെ ആരായിട്ട് കണ്ടു? നീതിമാനായിട്ട് കണ്ടു. നീതിമാൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഫൈൻഡ് നോ ഫോൾട്ട് ഇൻ ഹിം, യാതൊരു കുറ്റവും അവനിലില്ല. ആരായി പറയുന്നതോ? സ്വർഗത്തിലെ ദൈവം. വല്ല ദൈവം നിയമം വല്ലതും എഴുതി കൊടുത്തിട്ടാണോ ദൈവം പറഞ്ഞു? അല്ല. ദൈവം ഒരു നിയമവും ആ നോഹയ്ക്ക് കൊടുത്തിട്ടില്ല. ദൈവം ഒരു നിയമവും ആദമിന് കൊടുത്തിട്ടില്ല.
ദൈവം ഒരു നിയമവും ഹാനോക്കിന് കൊടുത്തിട്ടില്ല. പക്ഷെ ഇവരൊക്കെ സ്വർഗത്തിലെ ദൈവം നോക്കുമ്പോൾ ഇവരെ ആരായിട്ട് കാണുകയാണ്? നീതിമാൻ. പിന്നെ എവിടുന്നാ ഇവരിത് മനസ്സിലാക്കിയത്? ദൈവത്തിന്റെ ഹിതമാണിതെന്നും ഇങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവർ എവിടുന്നാ മനസ്സിലാക്കിയത്? ഇന്ന് കയ്യിൽ വേദപുസ്തകം 10 വീട്ടിൽ ഇരുന്നിട്ട് അതിനകത്ത് അനുസരിക്കാൻ പറ്റാത്തവര്, അന്നൊരു വേദപുസ്തകം പോലും ഇല്ലാത്തവർ എങ്ങനെ ദൈവത്തെ അനുസരിച്ചെന്ന് നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണെ, വേദപുസ്തകം ഇല്ലാതിരിക്കുന്ന അവർക്കൊരു അനുഗ്രഹമായിരുന്നു. അതാ അവരിങ്ങനെയൊക്കെ നിൽക്കാൻ കാരണം. നമുക്കുള്ള കുഴപ്പം ഇത് ഒത്തിരി കൂടിപ്പോയി. എല്ലാം കൂടുതലാണ്, ആരാധനയും കൂടുതലാണ്, മെസ്സേജും കൂടുതലാണ്, പ്രാർത്ഥനയും കൂടുതലാണ്, എല്ലാം കൂടിപ്പോയി. അതുകൊണ്ട് ഒന്നിനും ഒരു വിലയില്ല, അല്ലേ? ഇസ്രായേൽ മക്കൾക്ക് ഇഷ്ടം പോലെ മന്ന കൊടുത്തപ്പോൾ ആദ്യത്തെ ദിവസം അവർക്ക് എത്ര രുചിയായിരുന്നു. 2-3-4-5 ദിവസം കഴിഞ്ഞപ്പോൾ, അല്ല 1 മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് ഒന്നേ പറയാനുള്ളൂ, ഇതിനേക്കാട് നല്ലതാ മിസ്രൈമിലെ ഉള്ളി. നിങ്ങൾ മനസ്സിലാക്കണം വ്യത്യാസം. നല്ലതായിട്ടാണോ? അല്ല. ദൈവം കൊടുക്കുന്ന സമൃദ്ധി, രാവിലെ അങ്ങോട്ട് പാത്രം കൊണ്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഇഷ്ടം പോലെ മന്നയുണ്ട്, പെറുക്കിയെടുത്തോണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് വലിയ അധ്വാനമില്ലാതെ അവിടെ വലിയ അപ്പം ചുട്ട് തിന്നുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ വേദന അവർ മനസ്സിലാക്കിയില്ല, അതിൻ്റെ മധുരിമ മനസ്സിലാക്കിയില്ല. എല്ലാ ദിവസവും സുലഭമായി കിട്ടിയത് കൊണ്ട് അവർ ചിന്തിച്ചു ഇതിനേക്കാളൊക്കെ ഒത്തിരി വിലയുണ്ട് മറ്റേതിന്. മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞു വരുന്നത്? എന്താ വിഷയം? എന്നാ ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത്, അവനിലെ കോൺഷ്യൻസ് ജീവിച്ചു. എന്നാൽ എന്താ സംഭവിച്ചത്? ദൈവം മോശ മുഖാന്തരമായി ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുൻപ് വരെ ദൈവം അബ്രഹാമിന് വിശ്വാസത്തിൻ്റെതായിരിക്കുന്ന പ്രവൃത്തി ഒരു ഉടമ്പടി കൊടുക്കുന്നതിന് മുൻപ് വരെ ദൈവമക്കൾ ദൈവത്തെ അനുസരിച്ചു കൊണ്ടിരുന്നത് ത്രൂ ദ കോൺഷ്യൻസ്, അവരുടെ ഉള്ളിലെ മനസ്സാക്ഷിയിൽ കൂടെയാണ്. അവരുടെ മനസ്സാക്ഷി അവരോട് പറഞ്ഞു കൊടുക്കും തെറ്റാണ് ശരിയാണ്. അവരുടെ മനസ്സാക്ഷിയാണ് അവരെ ഗൈഡ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, മനസ്സാക്ഷിക്ക് പ്രധാനമായിട്ട് ഇറ്റ്സ് ഗോഡ്ലി ക്യാരക്ടർ അതിനകത്തുണ്ട്. ഏത് വ്യക്തിയുടെയും കോൺഷ്യൻസിന്, ഏത് വ്യക്തിയുടെയും മനസ്സാക്ഷിക്ക് ഒരു ഗോഡ്ലി ക്യാരക്ടർ ഉണ്ട്, ദൈവിക സ്വഭാവം അടക്കപ്പെട്ടിട്ടുണ്ട്. ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞു വരുന്ന ഓരോ പോയിന്റും. ഇതുകൊണ്ടാണ് നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ തെറ്റാണെന്ന് മനസ്സിലാക്കുന്നത്. അത് ദൈവികമായിരിക്കുന്ന സ്വഭാവം നമ്മളിൽ കിടക്കുന്നതുകൊണ്ട് ഞാനതൊരു വിരുദ്ധമായ കാര്യം ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ അവിടെ വെളിപ്പെടുകയാണ്. എന്താ ഇവിടുത്തെ വിഷയം? ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കോൺഷ്യൻസ് എന്ന് പറയുന്നത് ഒരു ഗോഡ്ലി ക്യാരക്ടർ അതിനകത്ത് ഇംബഡഡ് ആണെങ്കിൽ, അതിനകത്തുണ്ടെങ്കിൽ ഒരു ഗോഡ്ലി ക്യാരക്ടർ മാത്രമല്ല, നമ്മളായിരിക്കുന്ന ചുറ്റുപാടിൻ്റെതായിരിക്കുന്ന ഒരു കോൺഷ്യൻസും അതിനകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന, നമ്മളായിരിക്കുന്ന സൊസൈറ്റി, നമ്മളായിരിക്കുന്ന എൻവയോൺമെൻറ്റ്, നമ്മളായിരിക്കുന്ന ചുറ്റുപാടുകൾ, നമ്മളായിരിക്കുന്ന പരിതസ്ഥിതികൾ, ഈ പരിതസ്ഥിതികൾക്ക് അനുസരണമായിരിക്കുന്ന ഒരു കോൺഷ്യൻസ് ആയിരിക്കും എന്നിൽ നിങ്ങളിലുള്ളത്. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നു നിങ്ങൾക്ക്? ഇല്ല, മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ ഒരു ക്യാരക്ടറാണോ ഈ കോൺഷ്യൻസ്? അപ്പോൾ ദൈവിക സ്വഭാവം ഈ കോൺഷ്യൻസിൽ കൂടെ വെളിപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളായിരിക്കുന്ന ചുറ്റുപാടുകൾ അതും നമ്മുടെ കോൺഷ്യൻസുമായിട്ട് വളരെ ബന്ധമുണ്ട്. എന്താ അതിൻ്റെ ബന്ധം? ഒരു ചെറിയ ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഒരല്പം മോഡേണായിട്ട് ജീവിക്കുന്ന ഒരാൾ നമ്മുടെ കേരളക്കരയിൽ നമ്മുടെ അപ്പച്ചന്മാരൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് അവരുടെ മുൻപിൽ കൂടെ നടന്നാൽ അവരെന്തോ പറയും? എന്തോ പറയും? പറഞ്ഞായിട്ട് ബദൗച്ചത്തില്ല എന്ത് പറയും? അഹങ്കാരം എന്ന് പറയും. വാസ്തവത്തിൽ ഇവർ വെറും ശുദ്ധപാവങ്ങളായിരിക്കും. ഈ അല്പം ജാടയെ കാണത്തുള്ളായിരിക്കും. പക്ഷെങ്കിൽ അവരുടെ ഉള്ളം ശുദ്ധമാണെങ്കിലും ഈ അപ്പച്ചന്മാരുടെ കൺസെപ്റ്റ് മുഴുവൻ അവരാര്? വെറും തെമ്മാടികളാണ്. എന്താ ഇത് ചിന്തിപ്പിക്കാൻ കാരണം? അപ്പച്ചന്മാർ ജീവിച്ചു വന്ന സാഹചര്യമുണ്ട്,
അപ്പച്ചന്മാർ വളർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പച്ചന്മാർ ഡ്രസ്സ് ചെയ്യുന്നതും അപ്പച്ചന്മാർ കഴിക്കുന്നതും അപ്പച്ചന്മാർ പോകുന്നതും വൈകിട്ട് 5 മണിയാകുമ്പോൾ വീട്ടിൽ കയറി വരുന്നതും ഇതിനകത്തൊക്കെ രാത്രി 10 മണിക്ക് വീട്ടിൽ കയറി വന്നാൽ ഈ അപ്പച്ചൻ എന്തോ ചിന്തിക്കും? പോക്കാള്. എന്താ കാരണം? അപ്പച്ചൻ്റെ കോൺഷ്യൻസ് അതാ പറയുന്നേ. പക്ഷെങ്കിൽ ഇവിടെ ഞാൻ ജീവിക്കുമ്പോൾ രാത്രി 2 മണിക്ക് വന്നാലും ഒരു പ്രശ്നവും ഇല്ല. എന്താ കാരണം? ഞാൻ ജീവിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ കോൺഷ്യൻസ് അതിനനുസരിച്ച്. കാരണം ഇന്നത്തെ കാലത്ത് 10 മണിക്ക് മുമ്പായിട്ട് വീട്ടിൽ വരണമെന്ന് പറയുന്നത് തെറ്റാ. കാരണം എല്ലാവരും ജോലി കഴിഞ്ഞ് ഞങ്ങളെപ്പോലുള്ളവർ വീട്ടിൽ ചെല്ലുന്നത് 12:30. അപ്പോൾ സ്വാഭാവികമായിട്ട് നടക്കത്തില്ല. കാരണം എന്താ? നമ്മുടെ മൈൻഡ് അതിനനുസരിച്ച് സെറ്റപ്പിലാണ് നിൽക്കുന്നേ. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അപ്പം നമ്മൾ വളർന്നു വരുന്ന ആൾക്കാർ സാഹചര്യവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കും എൻ്റെയും നിങ്ങളുടെ കോൺഷ്യസ് ബന്ധിക്കപ്പെട്ടിരിക്കും. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. കേരളത്തിൽ പെന്തക്കോസ്തുകാർക്കൊരു ചിന്തയുണ്ട്, വിശ്വാസിയാണെങ്കിൽ എന്ത് കാണത്തില്ല. ഇന്ന് അങ്ങനെ ഒരു ചിന്തയില്ലാത്ത ഒരാൾ, ഇപ്പം ഇൻഡിപെൻഡൻറ്റ് ചർച്ചസ് ഒത്തിരിയുണ്ട്, അങ്ങനെയുള്ള ചർച്ചസിലൊരാൾ ഒരു പ്രാർത്ഥിക്കാനായിട്ടിരിക്കുമ്പോൾ ദൈവത്തോട് അവരുടെ ആഗ്രഹം വർദ്ധിച്ച് ചിലരുടെ എല്ലാവരുടെ അല്ല വർദ്ധിച്ചു വരുമ്പോൾ അവർക്കൊരു തോന്നൽ വരും, എന്താ വേണം, ഇത് മാറ്റിയാലേ ഞാൻ ശരിയാകത്തുള്ളൂ. മാറ്റേണ്ട കാര്യമുണ്ടോ? പക്ഷെ പിന്നീട് എവിടുന്നാ ഇത് വന്നേ എവിടുന്നാ വന്നത്? പണ്ടേ ഒരു കെട്ട് കിടക്കുക, പെന്തക്കോസ്തുകാരായാലും എന്തോ കാണത്തില്ലെന്ന്. ഫസ്റ്റ് തിങ് എൻ്റെ കോൺഷ്യസ് എന്നെ പിടിക്കുന്ന എവിടാണെന്നറിയാമോ? ആ കാര്യത്തിൽ. കാരണം എന്താ? ഓൾറെഡി ഐ എം ബൈൻഡഡ് ടു ഇറ്റ്, ഐ എം നോളജബിൾ ടു ഇറ്റ്. എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിരിക്കുന്ന ബോധ്യമുണ്ട്, എനിക്ക് അതിനെക്കുറിച്ച് അറിയാം. പക്ഷെ എനിക്കതിനെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ട് അത് എൻ്റെ ഉള്ളിലേക്ക് എന്ത് കൊണ്ടുവരും? ഒരു ഗിൽറ്റി കോൺഷ്യസ്. ബാക്കിയുള്ള ദേശക്കാർക്ക് എന്താ അതില്ലാത്ത? എന്താ ഇല്ലാത്ത? അവരാ സാഹചര്യമല്ലേ ജീവിച്ചേ. നമ്മുടെ നാട് വളരെ വർഷങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ ഒരു പക്ഷെങ്കിൽ ഈ കൺസെപ്റ്റുകൾ മാറിയെന്നിരിക്കും. പക്ഷെ മനസ്സിലാക്കണം എന്നാണെന്നറിയാമോ? ഞാനും നിങ്ങളും വളർന്നു വരുന്ന സാഹചര്യവുമായിട്ട് നമ്മുടെ കോൺഷ്യൻസ് എന്ത് ചെയ്തിരിക്കുക? ബന്ധപ്പെട്ടിരിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് ദൈവത്തോടൊരു കമ്മിറ്റ്മെൻറ്റ് എടുക്കുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ദാറ്റ് ഈസ് സംതിങ് എൽസ്. തുടർന്നുള്ള വിഷയം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്താ ഇവിടുത്തെ വിഷയം? എന്ന് കോൺഷ്യൻസ് എന്ന് പറയുമ്പോൾ 2 രീതിയിൽ അത് റിലേറ്റഡ് ചെയ്തുകൊണ്ടിരിക്കും. ഒന്ന്, ദൈവത്തോട് ദൈവിക ക്യാരക്ടർ അതിനകത്തുണ്ട്. 2, ഞാൻ വളർന്നിരിക്കുന്ന സാഹചര്യവുമായിട്ട് അതിനകത്ത് ഒരു ബന്ധമുണ്ട്. വായിച്ചോട്ട് ആക്ട്സ് ചാപ്റ്റർ 24:16. പെട്ടെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന, അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്തൊരു മനസാക്ഷി, എ ക്ലിയർ കോൺഷ്യസ് ബിഫോർ ഗാഡ് ആൻഡ് ബിഫോർ മാൻ. ദൈവത്തോട് മാത്രം പോരാ കുറ്റമില്ലാത്ത മനസാക്ഷി, ആരോടും വേണം. ഇല്ല എങ്കിൽ ഞാനും നിങ്ങൾ നിൽക്കുന്ന സമൂഹത്തിൽ നമുക്ക് വിശ്വാസിയായിട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞ വേർഡ് മനസ്സിലായോ? വിശ്വാസിയായിട്ട് ജീവിക്കണമെങ്കിൽ മനുഷ്യരോട് എന്തോ വേണം? സാധാരണ എല്ലാവരും ചിന്തിച്ചു വെച്ചെങ്കിൽ ദൈവത്തോട് കുറ്റമില്ലാത്ത മനസ്സാക്ഷി ഉണ്ടെങ്കിൽ അതുകൊണ്ട് എല്ലാം പറ്റുമെന്നാ. വളരെ തെറ്റാ. ദൈവത്തോട് ശുദ്ധമായിരിക്കുന്ന മനസ്സാക്ഷി ഉള്ളതുപോലെ തന്നെ ഞാൻ ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ എനിക്ക് ശുദ്ധമായിരിക്കുന്ന മനസ്സാക്ഷി വേണം. എങ്കിലേ എനിക്കൊരു സ്മൂത്ത് ക്രിസ്തീയ ജീവൻ നയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തിൻ്റെ ക്യാരക്ടർ ഇതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ ഞാനും നിങ്ങളും ആയിരിക്കുന്ന സാഹചര്യങ്ങൾ ആ കോൺഷ്യസുമായിട്ട് റിലേറ്റഡാണ്. അത് രണ്ടും ബന്ധപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ കോൺഷ്യൻസിന്
നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയ സ്ഥാനമുണ്ട്, വലിയ പ്രവൃത്തി ചെയ്യുവാനുണ്ട്. വായിച്ചിട്ട് 1-2 വാക്യങ്ങൾ. ദ ഫസ്റ്റ് വേഴ്സ്, 1-ാമത്തെ വാക്യം, പ്രൊവർബ്സ് ചാപ്റ്റർ 4 വേഴ്സ് 23. സദൃശ്യവാക്യം 4-ാം അധ്യായം 23-ാമത്തെ വാക്യം. ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, സകല ജാഗ്രതയോടുകൂടെ, ഡിലിജന്റ്ലി, വളരെ ജാഗ്രതയോടുകൂടെ എന്ത് ചെയ്യുക? നിന്റെ ഹൃദയത്തെ സൂക്ഷിക്കുക. ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കണമെന്നല്ല അവിടെ പറയുന്നത്. ഹൃദയത്തെ സൂക്ഷിക്കാൻ പറഞ്ഞത്, ഹൃദയത്തിലാണ് ആ ചിന്തകൾ, വിചാരങ്ങൾ, വികാരങ്ങൾ വെളിപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് പാർട്ട്, ആ ചിന്ത അത് വരാതിരിക്കാൻ സൂക്ഷിക്കുക. കാരണം അതാണ് ജീവൻ്റെ ഉത്ഭവം, അതിനകത്താണ്. ശ്രദ്ധിക്കണേ, നമ്മുടെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ കോൺഷ്യൻസിലാണ്. അവിടെയാണ് ദ ഫസ്റ്റ് പാർട്ട്, ആ സോളിന്റെ ദ ഫസ്റ്റ് പാർട്ട് മൈൻഡ്. ആ മൈൻഡിലാണ് ചിന്ത വരുന്നതെങ്കിൽ ആ ചിന്തയിലാണോ എനിക്കും നിങ്ങൾക്കും എതിർത്ത് നിൽക്കുവാൻ സാധിക്കുന്നത്. അവിടെയാണോ നമ്മുടെ ശത്രുവിനെ തോൽപ്പിക്കുവാൻ സാധിക്കുന്നത്. അതിൻ്റെ 2-ാമത്തെ സ്റ്റെപ്പിലേക്ക് പോയാൽ ഇറ്റ്സ് ബിക്കം വെരി ഡിഫിക്കൽട്ട്. എന്നാൽ ഇവിടെ ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സകല ജാഗ്രതയോടുകൂടെ നിന്റെ ഹൃദയത്തെ സൂക്ഷിച്ചുകൊള്ളുക. അനേക ഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കോൺഷ്യൻസിന്റെ ആവശ്യകതയെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അപ്പോസ്തലനായ പത്രോസ് പറയുന്ന ഒരു വേർഡ് കൂടെ, 1 Peter chapter 3 verse 21. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 21-ാമത്തെ വാക്യം. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ സ്നാനം നമ്മെ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ, വേദപുസ്തകത്തിൽ ഒരു രീതിയിൽ നമ്മൾ പഠിച്ചാൽ സ്നാനപ്പെട്ടവരെ സ്വർഗ്ഗത്തിൽ പോകത്തുള്ളൂ. എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണമോ? സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോടുള്ള എന്തിനു വേണ്ടി? നല്ല മനസാക്ഷി, എ ക്ലിയർ കോൺഷ്യസ് ബിഫോർ ഗാഡ്. അപ്പോൾ ദൈവത്തിന് മുൻപാകെ എനിക്ക് ക്ലിയർ കോൺഷ്യസ് ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനയാകുന്ന സ്നാനം ഞാൻ അനുസരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ സ്നാനം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ആ ക്ലിയർ കോൺഷ്യസ് കിട്ടുന്നത്? ഈ സ്നാനം എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പന ആയതുകൊണ്ട്, ആ കൽപ്പന ലംഘിച്ചാൽ ദൈവത്തോട് എനിക്ക് എന്ത് കിട്ടത്തില്ല? ക്ലിയർ കോൺഷ്യസ് ഇല്ല. അപ്പൊ ദൈവത്തിന്റെ കൽപ്പന ഞാൻ അനുസരിക്കുന്നത് കൊണ്ടാണ് ദൈവത്തോട് ക്ലിയർ കോൺഷ്യസ് കിട്ടും. അതാണ് കർത്താവിന്റെ വരവെങ്കിൽ എന്നെയും രക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന ദൈവമക്കൾ പറയുന്നത് സ്നാനപ്പെട്ടവരെ സ്വർഗ്ഗത്തിൽ പോകത്തുള്ളൂ. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ശുദ്ധ മനസ്സാക്ഷി. ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുമ്പോഴാണ് ശുദ്ധ മനസ്സാക്ഷി ലഭിക്കുന്നതെങ്കിൽ ദൈവം നമ്മൾ കൂടെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമുക്കൊരു ശുദ്ധ മനസ്സാക്ഷി ഉണ്ടാകണം. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വിവിധ രീതിയിലുള്ള കോൺഷ്യൻസിനെ കാണിക്കുന്നുണ്ട്. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കോൺഷ്യൻസ് ഇൻ ദ ബൈബിൾ. അതിൽ 1-ാമത്തെ കോൺഷ്യൻസ് ആണ് ഡിഫൈൽഡ് കോൺഷ്യൻസ്. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. ടൈറ്റസ് ചാപ്റ്റർ 1 വേഴ്സ് 15. ടൈറ്റസ് 1:15. മലിനന്മാർക്ക് അവരുടെ ചിത്തവും മനസ്സാക്ഷിയും മലിനമായി. അപ്പോൾ ഗിൽറ്റി കോൺഷ്യൻസ്, അവരുടെ മനസ്സാക്ഷി അശുദ്ധമായി. ബ്രാക്കറ്റ് വേറെ പേര് കൊടുത്താട്ട് ഡെഡ് കോൺഷ്യൻസ്, ചത്ത മനസ്സാക്ഷിയാണ്. ഡിഫൈൽഡ് കോൺഷ്യൻസ് അല്ലെങ്കിൽ അശുദ്ധമാക്കപ്പെട്ട മനസ്സാക്ഷി, വേറെ പേര് കൊടുക്കാമെങ്കിൽ ഡെഡ് കോൺഷ്യസ്, ചത്ത മനസ്സാക്ഷി. മനസ്സാക്ഷി ചത്തതാ. എന്താ ഇവിടുത്തെ വിഷയം? എന്നാ ഇവിടെ പറയപ്പെടുന്നത്? അവക്ക് ശുദ്ധമുള്ളവർക്കെല്ലാം ശുദ്ധമാ, പക്ഷെ മലിനന്മാർക്കും അവിശ്വാസികൾക്കും അവക്ക് എന്തല്ല? ഒന്നും ശുദ്ധമല്ല. എന്താ അതിന്റെ കാരണം? എന്നാ? അവരുടെ ചിത്തവും മനസ്സാക്ഷിയും എന്തായിരിക്കുക? അശുദ്ധമായിരിക്കുക. എന്ന് പറഞ്ഞാൽ മനസ്സാക്ഷി അശുദ്ധമാണെങ്കിൽ അവരുടെ മുൻപിൽ അവരിൽ കൂടെ വെളിപ്പെടുന്ന മുഴുവൻ എന്തായിരിക്കും? അശുദ്ധമായിരിക്കും. മനസ്സാക്ഷി ശുദ്ധമാണെങ്കിൽ അവർ കൂടെ വെളിപ്പെടുന്നത് നല്ലതായിരിക്കും. മനസ്സാക്ഷി അശുദ്ധമാണെങ്കിൽ അവർ കൂടെ വെളിപ്പെടുന്നത് മുഴുവൻ എന്തായിരിക്കും? അശുദ്ധമായിരിക്കും. അശുദ്ധമായിരിക്കുന്നതിന് മനസ്സാക്ഷിയും വെച്ചുകൊണ്ട് ദീർഘകാലങ്ങൾ ശുദ്ധമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. ഇതെന്താ ഇവരുടെ പ്രത്യേകത?
നിങ്ങൾ മനസ്സിലാക്കണം, ഈ പ്രിയപ്പെട്ടവർക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ചിത്തവും മനസ്സാക്ഷിയും അശുദ്ധമായതുകൊണ്ട് ഇവർ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് പോലും ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. Whatever they do, whether do it wrong or right, അവർ തെറ്റ് ചെയ്താലും അതിനെപ്പോലും അവർക്കൊരു കുറ്റബോധമില്ല. ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾ കാണിച്ചു തരാം. വായിച്ചോട്ടെ ഒരു ഭാഗം കൂടെ. ഉൽപ്പത്തി പുസ്തകം, ജനസിസ് ചാപ്റ്റർ 10, 10-ാം അധ്യായം, 11-ാം അധ്യായം എടുത്താട്ട് അതിൻ്റെ 4-ാമത്തെ വാക്യം, വേഴ്സ് 4 and 5. നിങ്ങൾ ശ്രദ്ധിക്ക്, ദൈവം അവരോട് കൽപ്പിച്ചു, നിങ്ങൾ ഭൂമിയിലൊക്കെയും ചിതറപ്പെട്ട് കിടക്ക്, ഞാൻ നിങ്ങളെ ആരെയും ഭൂമിയെ എന്നേക്കും വെള്ളം കൊണ്ട് നശിപ്പിക്കത്തില്ല. പക്ഷേ ഇവരൊരു കാര്യം ചിന്തിച്ചു, ദൈവം ഇനി വെള്ളം കൊണ്ട് ഞങ്ങളെ നശിപ്പിച്ചാലും ഞങ്ങൾക്കെല്ലാവരും നശിക്കരുത്, അതുകൊണ്ട് ആകാശത്തോളം മുട്ടുന്ന ഈ വെള്ളം കിടന്നതിനേക്കാൾ മുകളിൽ വരെ ഒരു ഗോപുരം പണിയണം. എന്താ ഇവരുടെ മനസ്സ്? അശുദ്ധം ഇല്ലേ? ഈ ചെയ്തതിനകത്ത് ഇവർക്ക് വല്ല പ്രയാസമല്ലോ ഉണ്ടോ? താഴെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് അവരുടെ പ്രവൃത്തി അവർ തികച്ചുകൊണ്ടേയിരിക്കുന്നു, ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവർക്കൊരു കുറ്റബോധവുമില്ല, അവരുടെ മനസ്സാക്ഷിക്ക് ഒരു പ്രശ്നവുമില്ല. ഈവൻ ദോ അവർക്കറിയാം they were doing wrong thing, but still അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. കണ്ടിട്ടില്ലേ? നല്ല മനസ്സാക്ഷിയൊക്കെ ഉണ്ടെങ്കിലും എപ്പോഴും എന്തേ വരത്തുള്ളൂ? ദോഷം മാത്രം. എന്താ കാരണമെന്നാ? ഒരു ബോധമുണ്ടെങ്കിൽ, ദൈവത്തെക്കുറിച്ചൊരു ബോധമുണ്ടായിരുന്നുവെങ്കിൽ ഇത് ചെയ്യുമോ? ഇല്ല. പിന്നീട് എന്താ അതിന് കാരണം? അവരുടെ കോൺഷ്യൻസ് ഓൾറെഡി ഡെഡ്. മനസ്സാക്ഷിയെ ചത്തുപോയി, അതിന് ജീവനില്ല. അതുകൊണ്ട് മനസ്സാക്ഷിക്ക് ജീവനില്ലാത്തത് കൊണ്ട് അവരുടെ ഏത് പ്രവർത്തനങ്ങൾക്കും ഒരു ജീവൻ കാണുന്നില്ല, അവരെ മുൻപോട്ട് വിടുന്നില്ല, മുൻപോട്ട് അവർ ശരിയിലേക്ക് കടന്നു പോകുന്നില്ല. എന്താ സംഭവിക്കുന്നത്? അവ പൂർണ്ണമായിട്ട് തെറ്റിൽ തന്നെ ആകുക. നമ്മൾ മുമ്പേ കണ്ട ഭാഗമെന്ന് പറയുന്നത് സാധാരണപ്പെട്ട ദൈവമക്കളെ കുറിച്ചല്ല, പിന്നെയോ നല്ല പെന്തിക്കോസ് പാസ്റ്റർമാരെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ 1 തിമോത്തി പ്രസംഗിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ ചിത്തവും മനസ്സാക്ഷിയും അശുദ്ധമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്കൊരു മനസ്സാക്ഷിയില്ല, എന്ത് വേണമെങ്കിലും അവ പറയും. താഴോട്ട് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവ കൗശല വാക്കോടുകൂടെ കാര്യസാധ്യത്തിന് വേണ്ടി, ദുരാദായത്തിന് വേണ്ടി അവ പറഞ്ഞു വരുന്നു. എന്താ നിങ്ങൾ മനസ്സിലാക്കണം? ഒരു ദൈവ പൈതൽ ഇന്ന് ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ തെറ്റ് വരത്തിരുന്നല്ല, എല്ലാവരുടെയും ജീവിതത്തിൽ തെറ്റുണ്ട്. പക്ഷേ ആ തെറ്റ് വഴുമ്പോഴും ആ ദൈവ പൈതൽ ഭയത്തോടുകൂടെ ആയിരിക്കുന്നത്. ദൈവമേ ഞാൻ തെറ്റ് ചെയ്തോ? പക്ഷെങ്കിൽ ഒരു ലെവല് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല. ഞാൻ 2 തെളിവുകളെ പെട്ടെന്ന് നിങ്ങളുടെ മുമ്പ് ചൂണ്ടിക്കാണിക്കാം. വായിച്ചാട്ട് ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 1 വേഴ്സ് 19. 1 തിമോത്തിയോസ് 1-ാം അധ്യായം 19-ാമത്തെ വാക്യം. ഹൊമനിയസും അലക്സാണ്ടറും ആ കൂട്ടത്തിലുള്ളവരാകുന്നു. എന്ത് സംഭവിച്ചു? അനുഗ്രഹിക്കപ്പെട്ട 2 ദൈവദാസന്മാർ, അവരുടെ മനസ്സാക്ഷി തകർന്നു. അവരുടെ മനസ്സാക്ഷി അശുദ്ധമായി. നല്ല രീതിയിൽ ഇറങ്ങിത്തിരിച്ചവരെ അല്പം കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സാക്ഷി അശുദ്ധമായി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയായിരുന്നു, കപ്പൽ തകരുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത്, ഈ കടലിൽ കൂടെ പോകുമ്പോൾ അതിൻ്റെ അകത്തു നിന്ന് വലിയ നല്ല പാറക്കല്ലുകൾ, പാറക്കഷ്ണങ്ങൾ അതേ ചെന്ന് ഇടിക്കുമ്പോഴാണ് പലപ്പോഴും തകരുന്നതെങ്കിൽ ഇവർ പോലും മനസ്സിലാക്കിയില്ല ഈ പോകുന്ന വഴിക്ക് പാറയുണ്ടെന്ന് മനസ്സിലാക്കിയില്ല. ഞാൻ പറഞ്ഞത് വേർഡുകൾ മനസ്സിലാക്കിയോ? ഇവർ മുൻപോട്ട് പോകുക, പക്ഷെ ഇവർ മുൻപോട്ട് പോയി 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 ഇവർ പോലും അറിയത്തില്ല ദൈവത്തെ വിട്ടകന്ന ജീവിതത്തിലേക്ക് കടന്നു എന്നോ. ഒരു പർട്ടിക്കുലർ സമയം കടന്നു വന്നപ്പോൾ ഒരു പാറമേൽ ആ കപ്പൽ ആഞ്ഞടിച്ചു, അത് തകർന്നു പോയി. ആരെക്കുറിച്ചാണ് പറയുന്നത്? ഹൊമനിയോസും അലക്സാണ്ടറും.
പൗലോസിനോടുകൂടെ കൂടെ നിന്ന് പ്രവർത്തിച്ച 2 അഭിഷക്തന്മാരായിരിക്കുന്ന ദൈവദാസന്മാർ, അവർക്ക് എന്ത് സംഭവിച്ചു? അവരുടെ മരുഭൂ പ്രയാണത്തിൽ അവർ മുൻപോട്ട് പോയി അക്കരെ ചെല്ലുവാനാണ് ഈ കപ്പലിൽ കയറിയിരിക്കുന്നത്. എന്നാൽ വാഗ്ദത്ത നാട്ടിൽ ചെന്നെത്തുന്നതിന് മുമ്പ് വഴിയിൽ വെച്ചവർ നശിച്ചു പോയി. ശ്രദ്ധിക്കണേ, എന്താ ഈ ആ ഡിഫൈൽഡ് കോൺഷ്യൻസ്, മനസ്സാക്ഷി അശുദ്ധമായിരിക്കുമ്പോൾ, മനസ്സാക്ഷി ചത്തതായിരിക്കുമ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്നറിയാം? ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ അവൻ്റെ മനസ്സാക്ഷി ചത്തു കഴിഞ്ഞാലുള്ള അവസ്ഥ വാഗ്ദത്ത നാട്ടിൽ അവന് ചെന്നെത്തത്തില്ല. വാഗ്ദത്ത ദേശത്ത് ചെന്നെത്തുവാൻ സാധ്യമല്ല. അവൻ മരുഭൂമിയിൽ വെച്ച് തന്നെ അവൻ പട്ടുപോകുവാൻ ഇടയായിത്തീരും. അതാ ഇസ്രായേൽ മക്കൾ സംഭവിച്ചത്. 2 ഒഴിച്ച് ബാക്കി എല്ലാം മരുഭൂമിയിൽ വീഴുവാനുള്ള കാരണം അതായിരുന്നു. ദൈവത്തോട് മറുതലിക്കുന്ന ഒരു സ്വഭാവം, പാപം ചെയ്യുവാനുള്ള പ്രേരണ. നിങ്ങൾ മനസ്സിലാക്കണം, അതുകൊണ്ട് ഡിഫാൾട്ട് കോൺഷ്യൻസിന്റെ എഫക്റ്റ്, അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്, ഒന്ന് നോട്ട് ചെയ്താട്ട്, അട്ടർ ഡിസ്ട്രക്ഷൻ. ഡിഫൈൽഡ് കോൺഷ്യൻസ്, അശുദ്ധമായിരിക്കുന്ന മനസ്സാക്ഷി അല്ലെങ്കിൽ ചത്ത മനസ്സാക്ഷി, അതിൻ്റെ എൻഡ്, അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അട്ടർ ഡിസ്ട്രക്ഷൻ, പൂർണ്ണമായിരിക്കുന്ന നാശം. പൂർണ്ണമായിരിക്കുന്ന നാശം. ശ്രദ്ധിച്ചോണേ, വളരെ ദൈവമക്കൾ സൂക്ഷ്മമുള്ളതാകണം. 2ാമത്തെ കോൺഷ്യൻസ്, ഞാൻ മുൻപോട്ട് കടന്നു പോകട്ടെ. 2ാമത്തത് വീക്ക് കോൺഷ്യൻസ്. വീക്ക് കോൺഷ്യൻസ്. 2ാമത്തത് വായിച്ചിട്ട് 1 കൊരിന്ത്യർ 8-ാം അധ്യായം 7-8 വാക്യം. 1 Corinthians chapter 8 verse number 7 and 8. അവരുടെ മനസ്സാക്ഷി ബലഹീനമാകിയാൽ, വീക്ക് കോൺഷ്യൻസ്. 2ാമത്തത് വീക്ക് കോൺഷ്യൻസ്, ബലഹീനമായ മനസ്സാക്ഷി. അവരുടെ മനസ്സാക്ഷി ബലഹീനമാണ്. എന്താണ് ഈ ഭാഗം പറയുന്നത്? നിങ്ങൾ ഈ വാക്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക. 1 Corinthians chapter 8 verse number 4-6 and 1 Corinthians chapter 10 verse 30 and 31. 30-31 വാക്യം. നിങ്ങൾ ഈ വിഷയം നിങ്ങൾ പഠിക്കുമ്പോൾ, ബലഹീന മനസ്സാക്ഷി എന്താണ് ഇവിടുത്തെ വിഷയമെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുന്നത്, മനുഷ്യൻ ഇന്നത്തെ മാനുഷിക നിയമത്തിന് ഉയരത്തിലാണ് ഒരു ദൈവപൈതൽ ജീവിക്കുന്നത്. ദൈവ പൈതലിന് ദൈവിക പ്രമാണമുണ്ട്, ദൈവ പൈതലിന് ദൈവിക വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയിൽ കൂടിയാണ് ഒരു ദൈവ പൈതൽ മുൻപോട്ട് പോകുന്നത്. എന്നാൽ ഇന്ന് ലോകത്തിലേക്ക് നാം നോക്കുന്നതായ സമയത്ത് പലപ്പോഴും പലരുടെയും കോൺഷ്യൻസ്, മനസ്സാക്ഷി ബലഹീനമായി തീരുകയാണ്. പ്രധാനമായിട്ട് എന്തുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ ഈ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ കാണുന്ന ഭാഗമെന്ന് പറയുന്നത്, ഒരുത്തൻ ഒരു വിഗ്രഹാർപ്പിതം തിന്നാൽ, ആ വിഗ്രഹത്തിന് അർപ്പിച്ച ഒരു കാര്യം തിന്നാൽ അത് എന്തായിത്തീരുന്നു? അത് മനസ്സിലാക്കിയ വ്യക്തിക്ക് അവൻ്റെ മനസ്സാക്ഷി ബലഹീനമായിത്തീരുന്നു. ആരുടേതാണ്? നിങ്ങൾക്കറിയാം, ഇവിടെ നാം ആരും നമുക്കറിയുവാൻ സാധ്യമാകാതെ, നമുക്കറിയാത്തത് ഒന്ന് നമ്മുടെ കരങ്ങളിൽ കൊണ്ട് തരിക, നമ്മളത് ഒന്നും അറിയാതെ നമ്മളെടുത്ത് ഭക്ഷിക്കുന്നത് നമ്മൾ സാധാരണ വീട്ടിൽ ഭക്ഷിക്കുന്ന പോലെ അരുത്. പിന്നെ എങ്ങനെ വേണം? ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, പ്രാർത്ഥനയാലും തിരുവചനത്താലും അതിനെ ശുദ്ധീകരിക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എവിടെ കടന്നുപോയി, ഈവൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാലും ആ വെള്ളം എനിക്ക് അനുഗ്രഹമാകണമെങ്കിൽ, അതെനിക്ക് ദോഷത്തിന് കാരണമാകാതിരിക്കണമെങ്കിൽ, ആ വെള്ളം എൻ്റെ കരങ്ങൾ ലഭിച്ചിരിക്കുമ്പോൾ ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ച് അതിനെ ശുദ്ധീകരിക്കുന്നത് എനിക്ക് അനുഗ്രഹമായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് എടുത്തു ചാടിയത് കഴിക്കുവാൻ സാധിക്കും. പക്ഷെങ്കിൽ അതുകൊണ്ട് സംഭവിക്കുന്നത്, ഇതിനകത്ത് എന്തെങ്കിലും മലിനതകൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് കാരണമായി തീരും. ഒരു വാക്യം നിങ്ങളത് വായിച്ചാട്ട്. 1 Timothy chapter 4 verse number 4-5 വാക്യം. 1 Timothy chapter 4 verse 4 and 5. 4-5 വാക്യം. അവിടെ പറയുന്നു, ദൈവത്തിൻ്റെ സൃഷ്ടിയെല്ലാം നല്ലത് സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, സ്തോത്രത്തോടെ അനുഭവിക്കുവാൻ സാധിക്കുമെങ്കിൽ.
ദൈവത്തിൻ്റെ സൃഷ്ടി എല്ലാം നല്ലതാണ്, എന്നാൽ എനിക്ക് അത് സ്തോത്രത്തോടെ അനുഭവിക്കുവാൻ സാധിക്കുമെങ്കിൽ വർജിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? താഴെ ദൈവവചനത്താലും പ്രാർത്ഥനയാലും അത് ശുദ്ധീകരിക്കപ്പെടുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ആഹാരം കഴിക്കുവാനിരിക്കുമ്പോൾ ഒരുമിച്ച് മേശപ്പുറത്ത് കൊണ്ട് ആഹാരം വെച്ചിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത കർത്താവേ, ഇതിനെ നീ ഒന്ന് ശുദ്ധീകരിച്ച് തരണം, ഞങ്ങൾക്കിത് അനുഗ്രഹമാക്കി തരണമെന്നോ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലായിക്കോണം, ദൈവം ആഹാരത്തെ ശുദ്ധീകരിച്ച് തരികയാണ്. അതിനകത്ത് യാതൊരു മലിനയും നമ്മുടെ ജീവിതത്തിൽ അടുക്കാനും ദൈവം അനുവദിക്കുകയില്ല. നമ്മൾ മനസ്സിലാക്കട്ടെ. എന്നാൽ ഇവിടുത്തെ വിഷയം എന്നാ? വിഗ്രഹത്തിന് മുൻപാകെ അർപ്പിച്ചൊരു കാര്യമാണ് ലഭിച്ചത്. എന്നാൽ ഇത് ഭക്ഷിച്ചാൽ എന്താണ്? വിഗ്രഹത്തിന് മുൻപിൽ അർപ്പിച്ചതായതുകൊണ്ട് ആ ദോഷങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമോ? ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുന്ന വായിച്ചോട്ട് ഒരു വാക്യത്തിൽ കൂടെ നിങ്ങളെ ഞാൻ കൊണ്ടുപോയിട്ട് ആ വിഷയം ഒന്ന് മനസ്സിലാക്കി തരാം. വായിച്ചോട്ട് അതിൻ്റെ 8-ാം അധ്യായം, 1 Corinthians chapter 8, അതിൻ്റെ 5-6 വാക്യം. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം സേവിക്കുന്ന ദൈവം ആര് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ സേവിക്കുന്ന ദൈവം ഈ ലോകത്തിലെ ഒരു വിഗ്രഹത്തെ പോലെയല്ല. ഞാൻ സേവിക്കുന്ന ദൈവത്തിന് ചില പ്രത്യേകതയുണ്ട്. ഞാൻ സേവിക്കുന്ന ദൈവം ഈ വിഗ്രഹങ്ങളുടെ മുകളിലുള്ള ദൈവമായതുകൊണ്ട് ഈ വിഗ്രഹത്തിൻ്റെതായിരിക്കും യാതൊരു കേടും എൻ്റെ ജീവിതത്തിൽ ഭവിക്കുവാൻ സാധ്യമല്ല. വായിച്ചാട്ട് ഒരു വാക്യം കൂടെ 10-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ട്. 10-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. വേഴ്സ് 19. ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല. വ്യക്തമായിട്ട് അവിടെ നമ്മൾ കാണുന്നുണ്ട്, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, പിന്നെ ആർക്ക്? ഭൂതങ്ങൾക്ക്. അപ്പോൾ ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന് മുൻപിൽ കൊണ്ടുവച്ചോ, ഏതെങ്കിലും അന്യദേവന്റെ മുൻപിൽ കൊണ്ടുവച്ചോ ചെയ്യുന്ന കാര്യങ്ങൾ അത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്കായതുകൊണ്ട് ആർക്ക് വേണ്ടിയാണത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതോ അതിൻ്റെ അധികാരം അതിന്മേലുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ അധികാരം അതിന്മേലുണ്ട്. എന്നാൽ ഒരു ദൈവ പൈതൽ ഇത് മനസ്സിലാക്കാതെ, ഇത് എവിടെ വെച്ചിരുന്നതാണെന്ന് മനസ്സിലാക്കാതെ ഒരു ദൈവ പൈതലിൻ്റെ കരങ്ങളിൽ അത് ലഭിക്കുമ്പോൾ അവൻ പ്രാർത്ഥിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന സ്ഥാനത്ത് അതിന്മേലുള്ള ഈവിൾ സ്പിരിറ്റിൻ്റെ അധികാരം മാറ്റപ്പെടുകയാണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇത് ആരെങ്കിലും ഇത് മനസ്സിലാക്കി ഇതൊരു വിഗ്രഹാർപ്പിതത്തിന് മുൻപിൽ വെച്ചതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാനിത് കഴിക്കുവാൻ പോകുന്നതിന് മുമ്പായിട്ട് ആ വ്യക്തി വന്ന് എന്നോട് പറയുക, ഇത് കഴിക്കരുത്, ഇത് വിഗ്രഹാർപ്പിതത്തിന് മുൻപിൽ വെച്ചതാണെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഭക്ഷിക്കരുത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് എൻ്റെ മനസ്സാക്ഷി കാരണമല്ല, ഈ സഹോദരൻ്റെ മനസ്സാക്ഷി. അവൻ്റെ മനസ്സാക്ഷി എന്താ പറയുന്നത്? ഇത് വിഗ്രഹത്തിന് അർപ്പിച്ചതായതുകൊണ്ട് കഴിച്ചാൽ വലിയ ദോഷമുണ്ടാകും. ഇത് വിഗ്രഹത്തിന് വെച്ചതായതുകൊണ്ട് അത് ഭക്ഷിച്ചാൽ ഒത്തിരി ദോഷമുണ്ടാകും. എന്നാൽ എന്തുകൊണ്ടാണ് അവനെ ആ ചിന്ത കടന്നു വരുന്നത്? അതവൻ്റെ ബലഹീന മനസ്സാക്ഷി. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ദൈവ പൈതലിനെ ദൈവം നിർത്തിയിരിക്കുന്നത് അത് ഈ വചനത്തിൽ കൂടെ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് ലോകപ്രകാരമായിട്ട് നോക്കിയാൽ കേടുവരുത്താൻ സാധിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യത്തെ മുൻപിൽ വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ദാസനെ പറയുകയാണ്, നീ അത് പ്രാർത്ഥനയോടുകൂടെ നീ അത് ഏറ്റെടുക്കുന്നുവെങ്കിൽ അത് നിനക്ക് ദോഷമാകത്തില്ല. കാരണം നിന്റെ പ്രാർത്ഥനയ്ക്ക് അഥവാ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഈ ദൈവത്തിന് മുൻപ് ദൈവത്തിന് നമ്മൾ കഴിക്കുന്നതോ കുടിക്കുന്നതോ ആയിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടിട്ട് ഞാനതിനെ വിശുദ്ധീകരിച്ചുകൊണ്ടോ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന്മേലോ ആ ദുഷ്ടനല്ല അധികാരമുള്ളതോ അതിന്മേൽ ദൈവത്തിന് അധികാരമുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെയെങ്കിൽ എന്തുണ്ടാകത്തില്ല? ഒരു ദോഷം ഉണ്ടാകത്തില്ല. എന്നാൽ ദോഷമുണ്ടാകും എന്ന് ചിന്തിക്കുന്നത് ആരെ എന്ന് ചിന്തിച്ചാൽ അവരുടെ പ്രത്യേകതയാണോ ബലഹീന മനസ്സാക്ഷി. അവരുടെ മനസ്സാക്ഷി ബലഹീനമാണോ? അവരുടെ മനസ്സാക്ഷിക്ക് കട്ടിയില്ല. അവരുടെ മനസ്സാക്ഷിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല ഹൂ മൈ ഗാഡ് ഈസ്, എൻ്റെ ദൈവം ആരെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഇന്ന് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ പുതിയ വേർഷൻ എനിക്ക് നിങ്ങൾ കാണുവാൻ സാധിക്കും. ആ വേർഷൻ മറ്റൊന്നുമല്ല, ആർക്കെങ്കിലും രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തിരിഞ്ഞടിക്കും.
പലപ്പോഴും ഇന്ന് കാണുന്നതായിരിക്കുന്ന ഒരു തെറ്റായിരിക്കുന്ന ഒരു കൺസെപ്റ്റാണോ ഈ പത്യമായ ചിന്ത. ദൈവത്തിൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ ദൈവം ആര്? എന്നെ ദൈവം എന്തിനു നിർത്തി? എന്നെ ദൈവം എവിടെയാണ് നിർത്തിയിരിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഒന്ന് മനസ്സിലാക്കണം. ഒരു തിരിഞ്ഞടിക്കുണ്ട് എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സാക്ഷി ബലഹീനമാണ്. നിനക്ക് മനസ്സാക്ഷിക്ക് എന്തൊക്കെയോ ഒരു സപ്പോർട്ട് അവിടെ കൊടുക്കേണ്ടിയിരിക്കുന്നു. മനസ്സാക്ഷിക്ക് എന്തൊക്കെയോ ഒരു ബലം കൊടുക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു, ഒന്നും ഒരു ദോഷവും വരുത്തുകയില്ല. ഒന്നും ഒരു ദോഷവും വരുത്തിയില്ലെന്ന് സ്വർഗ്ഗത്തിലെ ദൈവം കൽപ്പിച്ചിരിക്കുമ്പോൾ എനിക്ക് ദോഷം വരുമെന്ന് ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമല്ല, മനുഷ്യൻ്റെ ഹിതപ്രകാരമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് പലപ്പോഴും മനുഷ്യരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ താല്പര്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നതിനപ്പുറമായിട്ട് മനുഷ്യൻ്റെ എക്സ്പീരിയൻസിനെ അവർ ഏറ്റെടുക്കുക. എന്താ കാരണമെന്നാണെന്നറിയാമോ? ഒരു വ്യക്തി ചിന്തിക്കുന്നു, ഞാൻ പ്രാർത്ഥിച്ചാൽ തിരിഞ്ഞടിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ കടന്നുപോയി വേറൊരാൾക്ക് വേണ്ടി തലവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തലവേദനയായിട്ട് മടങ്ങി വരുമെങ്കിൽ ഈ വ്യക്തി വന്ന് 10 പേരോട് പറയും, ഞാൻ ഇന്നാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഇന്നാട് അസുഖം മാറി, പക്ഷേ എനിക്ക് തലവേദന വന്നു. ഇതാ 10 പേരുടെ മനസ്സിരിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു ബലഹീന മനസ്സാക്ഷി നിൽക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു വിഗ്രഹാർപ്പിതത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്നത് ഒരു ദൈവ പൈതൽ അറിയാതെ, അത് മനസ്സിലാക്കാതെ, ശ്രദ്ധിച്ചോണേ ഞാൻ പറഞ്ഞ വേർഡ്, മനസ്സിലാക്കി നമ്മൾ എടുക്കുന്നത് അറഗൻസാണ്. അത് അഹങ്കാരത്തോടുകൂടിയ, അതിൻ്റെ പേര് പ്രസംഷ്യസിൻ എന്ന് പറയും. അഹങ്കാരത്തോടുകൂടെ വിൽഫുള്ളായിട്ട് ചെയ്യുന്ന പാപം, ദാറ്റ്സ് റോങ്. എന്നാൽ ഇത് മനസ്സിലാക്കാതെ ഞാൻ കഴിക്കുന്നത് കൊണ്ട്, ഞാൻ പ്രാർത്ഥനയോടുകൂടെ ഞാനത് ശുദ്ധീകരിച്ച് ഞാൻ കഴിക്കുന്നുവെങ്കിൽ അതെനിക്ക് ദോഷം വരികയില്ല. എന്നാൽ എന്താ ഇവിടുത്തെ വിഷയമായിരിക്കുന്നത്? ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ബലഹീന മനസ്സാക്ഷി. അവരുടെ മനസ്സാക്ഷി ബലഹീനമായതുകൊണ്ട് ആ ബലഹീനതയ്ക്ക് അനുസരണമായിട്ടായിരിക്കും അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ ഇവിടെ പ്രശ്നമാണ്, അത് വലിയ ദോഷമാണ്. ഇപ്പത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് വലിയ ദോഷമാണ് എന്ന് വേണ്ട ദോഷത്തിൻ്റെ കെട്ടുകളെ അവർക്ക് പറയാനുള്ളൂ. ആരോഗ്യത്തിൻ്റെ ഒരു കഥകളും പറയുവാനില്ല. ഇന്ന് രാത്രി ദൈവമക്കളെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഒരു ബലഹീന മനസ്സാക്ഷിയോടുകൂടെ കർത്താവിന് വേണ്ടി ജീവിക്കുവാനല്ല. ഇങ്ങനെയുള്ളവർക്ക് കർത്താവിനോട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോട്ടെ, എൻ്റെ ഉള്ളിൽ ഏത് കൺസെപ്റ്റോടുകൂടിയാണ് കർത്താവിന് വേല ചെയ്യുന്നത്, അത് 100% നമുക്ക് സംഭവിക്കും. ഞാൻ പ്രാർത്ഥിച്ചാൽ തിരിഞ്ഞടിക്കുമെന്ന് ചിന്തയോടുകൂടെ പ്രാർത്ഥിക്കുന്നവരിൽ 100% തിരിഞ്ഞടിക്കും. അങ്ങനെയുള്ളവർ ദയവായിട്ട് പ്രാർത്ഥിക്കാൻ പോകരുത്. ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ അധികാരത്തോടെ ഇത് മനസ്സിലാക്കി, ദൈവത്തിൻ്റെ ശക്തിയോടെ ഇത് മനസ്സിലാക്കി, ആ ശക്തിയിൽ ഞാൻ നിൽക്കുന്നുവെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം, ദൈവം തന്നിരിക്കുന്ന അധികാരം എന്ന് പറയുന്നത് ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല എങ്കിൽ തോൽക്കുന്ന ഒരു സ്ഥാനത്തല്ല എന്നെ കൊണ്ട് ദൈവം നിർത്തിയിരിക്കുന്നത്, ജയത്തിന്മേല. പക്ഷെ ഒരു കാര്യം വളരെ ആവശ്യമാണ്. പാസ്റ്റർ പറഞ്ഞുകൊണ്ട് എടുത്ത് ചാടരുത്. നമ്മുടെ ഉള്ളിൽ തന്നെ പൂർണ്ണമായിരിക്കുന്ന ഒരു ബോധ്യമുണ്ടാകണം, ഇതെനിക്ക് ദോഷം വരുത്തത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം, മനസ്സാക്ഷി ബലഹീനമായിരിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? എല്ലാം സംശയത്തോടുകൂടിയാണ് കാണുന്നത്. ദോഷം വരുമെന്നുള്ള രീതിയിലാണ് കാണുന്നത്. എന്തൊക്കെയോ ആപത്തുകൾ സംഭവിക്കുവാൻ പോകുന്നു, എന്തൊക്കെയോ അപകടങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. ദൈവത്തിൻ്റെ തിരുവചനത്തേക്കാൾ ഉപരിയായിട്ട് മാനുഷികമാർഗ ചിന്തകൾക്കനുസരണമായിട്ട് മുൻപോട്ട് കടന്നുപോയി. ഇത് ദൈവമക്കളുടെ ജീവിതത്തിൽ വലിയ ദോഷം ചെയ്യുന്നൊരു കാര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, എനിക്കും നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്നത് ഒരു ബലഹീന മനസ്സാക്ഷിയല്ല, പകരം മറ്റെന്തൊക്കെയാണ്. എന്താ ഈ ബലഹീന മനസ്സാക്ഷിക്ക് സംഭവിക്കുന്നത്? എങ്ങനെ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും? നിങ്ങൾക്കറിയാം. അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇവരുടെ കൺമുൻപിൽ ഇവരോട് ഒരു 10 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ, ആത്മീയ വിഷയം സംസാരിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കും, അല്ലെങ്കിൽ ദോഷം വരുമെന്നുള്ള രീതിയിലുള്ള ടോപ്പിക്സ് മാത്രമേ വരത്തുള്ളൂ. ദൈവമക്കൾ മനസ്സിലാക്കണം, ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത് വീക്ക് കോൺഷ്യസിലല്ല. പിന്നെയോ അതിനപ്പുറത്ത് ദൈവം മറ്റൊന്ന് ആഗ്രഹിക്കുന്നു. മൂന്നാമത്തത് ഗിൽറ്റി കോൺഷ്യൻസ്, മനസ്സാക്ഷിയിൽ കുറ്റബോധമുള്ള മനസ്സാക്ഷി. ജോൺ ദ ഗോസ്പൽ ചാപ്റ്റർ 8:9. ഇതൊരു വലിയ അനുഗ്രഹമാണ്.
മനസ്സ് അതുപോലെ തന്നെ വലിയ ദോഷവുമാണ്. മനസ്സാക്ഷിയുടെ കുറ്റബോധം വലിയ അനുഗ്രഹമാണ്, അതുപോലെ അത് വലിയ ദോഷമാണ്. എന്തുകൊണ്ട് അനുഗ്രഹം, എന്തുകൊണ്ട് ദോഷം എന്ന് ഞാൻ പറയാം. എന്താ ഇവിടെ സംഭവിച്ചത്? ഒരു സ്ത്രീയെ കൊണ്ട് മുൻപിൽ നിർത്തി കർത്താവായ യേശുവിനോട് ചോദിക്കുന്നു, ഈ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് മോശയുടെ ന്യായപ്രമാണം, നീ എന്ത് പറയുന്നു? കർത്താവായ യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത് അവളെ കല്ലെറിയട്ടെ. പക്ഷെങ്കിൽ എന്ത് സംഭവിച്ചു? വന്നവർ അവരുടെ കയ്യിലിരുന്ന കല്ലുകളൊക്കെ താഴെയിട്ടേച്ച് ഓരോരുത്തരായിട്ട് കടന്നുപോയി. എന്താ അതിന് കാരണമായി തീർന്നത്? അവരുടെ മനസ്സാക്ഷി അവർക്ക് കുറ്റബോധം കൊടുത്തു. അവരുടെ മനസ്സാക്ഷി അവരെ കുറ്റബോധത്തിലേക്ക് നടത്തി. അവരുടെ മനസ്സാക്ഷി പറഞ്ഞു, നീ ചെയ്യുന്നത് നിനക്കിത് ചെയ്യുവാൻ പറ്റത്തില്ല, കാരണം നീ ഒരു പാപിയാണ്. വാസ്തവത്തിൽ ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ദൈവമക്കൾക്ക് വലിയ അനുഗ്രഹമാണ്, ഒരു കുറ്റബോധം. കാരണം പാപം ചെയ്തിട്ടൊരു കുറ്റബോധമില്ല എങ്കിൽ അവരുടെ ജീവിതം വലിയ നാശമായിരിക്കും. പാപം ചെയ്യുമ്പോൾ ആരും പാപം ചെയ്യാത്തവരായിട്ടില്ല, എല്ലാവരും പാപം ചെയ്യും. പക്ഷെങ്കിൽ ഒരു ദൈവ പൈതലിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് ചെയ്തു പോയ പാപത്തെ ഓർത്ത് ഒരു കുറ്റബോധം. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ദൈവമേ നിൻ്റെ അടുക്കൽ ചെല്ലുവാൻ എനിക്ക് യോഗ്യതയില്ല, ഞാൻ പാപിയാണ്. അതുകൊണ്ട് എപ്പോഴും എൻ്റെ മൈൻഡ് പാപി എന്നുള്ള രീതിയല്ല ഞാനിവിടെ പറഞ്ഞു വരുന്നതോ. പിന്നെയോ ഒരു കുറ്റബോധം. നിങ്ങൾ മനസ്സിലാക്കണം, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അനേകരുടെ ജീവിതത്തിൽ നമുക്ക് ആ പദവിയെ കാണുവാൻ സാധിക്കും. വായിച്ചോട്ട് 2 ശമൂവേൽ ചാപ്റ്റർ 12 verse 13. 2 ശമൂവേൽ chapter 12 verse 13. വാക്യം നോട്ട് ചെയ്താൽ Genesis 42:21, Matthew 26:75. ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു കൊള്ളുക. ഒരു വാക്യം മാത്രം നിങ്ങൾ വായിച്ചാട്ട്. ദാവീദ് നാഥാനോട് പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ വായിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് 2 ശമൂവേൽ chapter 12 verse 13, 13-ാമത്തെ വാക്യം. Genesis 42:21, ഉൽപ്പത്തി 42:21. മൂന്നാമത് മാത്യു chapter 26 verse 75, മത്തായി 26:75. ഇവിടെ നമ്മൾ കാണുന്നത് ദാവീദ് ഒരു പാപം ചെയ്തിട്ട് ദാവീദ് അത് മൂടി നടക്കുകയാണ്. എന്നാൽ നാഥാൻ പ്രവാചകനെ വെളിപ്പെടുത്തുവാൻ കാരണമായി തീർന്നപ്പോൾ നാഥാനോട് ദാവീദ് ഏറ്റുപറയുകയാണ്, ഞാൻ ദൈവത്തോട് പാപം ചെയ്തു. ആ കുറ്റബോധം തൻ്റെ ഉള്ളിൽ, ആ കുറ്റബോധത്തോടുകൂടിയാണ് താൻ ജീവിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ദൈവപൈതലിൻ്റെ ദൈവം കൊടുത്തിരിക്കുന്ന വലിയ അനുഗ്രഹമാണ് അവൻ്റെ കുറ്റബോധം. ഇത് കാരണം നമ്മൾ മനസ്സിലാക്കണം, ആ കുറ്റബോധത്തിൽ തന്നെ നിൽക്കുവാനല്ല, അത് ആ കുറ്റബോധത്തിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ 2 കൂട്ടം ആൾക്കാരെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുമ്പോൾ ആ 2 കൂട്ടം ആൾക്കാരുടെ വിരുദ്ധങ്ങളായിരിക്കുന്ന പ്രവർത്തനം, അവരുടെ കുറ്റബോധം അവരെ ഏതിലേക്ക് നടത്തിയെന്നോ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒന്നാമതായി വായിച്ചാട്ട് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യം. മാത്യു ചാപ്റ്റർ 27 verse 3-5. കുറ്റബോധം ഒരു വ്യക്തിയെ അവനെ ശിക്ഷയ്ക്ക് വിധിച്ചുവെന്നോ. ഇവിടെ നമ്മൾ കാണുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് യൂദ അനുദപിക്കുക. എന്തുകൊണ്ടാണ് യൂദ അനുദപിച്ചത്? അവൻ്റെ ഉള്ളിൽ ഒരു ഗിൽറ്റി കോൺഷ്യൻസ്, ഒരു കുറ്റബോധം അവൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. ആ കുറ്റബോധം കൊണ്ട് അവൻ്റെ ആ ചിന്ത കിടക്കുന്നതുകൊണ്ട് അവന് വളരെ ഭാരപ്പെട്ടു. താഴോട്ട് വായിച്ചാട്ട്. എന്ത് നേടുവാൻ സാധിച്ചുവോ എന്നവൻ ചിന്തിച്ചുവോ അതവന് നഷ്ടമായി. നിങ്ങൾ മനസ്സിലാക്കണം, 30 വെള്ളിക്കാശിന് വേണ്ടിയാണ് കർത്താവിനെ അവൻ കാണിച്ചു കൊടുത്തതെങ്കിൽ ആ 30 വെള്ളിക്കാശും അവന് നഷ്ടമായി. കുറ്റബോധത്തിൻ്റെ എഫക്റ്റ് അത്. താഴോട്ട് വായിച്ചാട്ടെ. ശ്രദ്ധിക്കുക, ഇതാണ് കുറ്റബോധം കൊണ്ട് ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യിച്ചത്. എന്താ ചെയ്യിച്ചെന്നറിയാമോ? അവൻ്റെ കുറ്റബോധം കൊണ്ടുപോയി കെട്ടിയാന്ന് ചാകാനായിട്ട്, ആത്മഹത്യ ചെയ്യുവാനായിട്ട് അവനെ പ്രേരിപ്പിച്ചു. കുറ്റബോധം അവൻ്റെ കോൺഷ്യസ് ഗിൽറ്റായിരുന്നു. കുറ്റമുള്ളൊരു മനസ്സാക്ഷി. ആ മനസ്സാക്ഷി കുറ്റബോധം കൊടുത്തപ്പോൾ അവന് നിൽക്കുവാൻ സാധ്യമായില്ല. അവൻ എന്ത് ചെയ്തു? താൻ എന്തിനു വേണ്ടി താൻ ചെയ്തുവോ? ഒരു ദൈവ പൈതൽ ശ്രദ്ധിച്ചോണേ, ദൈവ പൈതൽ തെറ്റായിരിക്കുന്ന
കാര്യങ്ങൾക്ക് വേണ്ടി തെറ്റായിരിക്കുന്ന അല്ലെങ്കിൽ ചില ലാഭത്തിന് വേണ്ടി തെറ്റായ രീതിയിൽ ആ ലാഭം നേടുവാൻ ആഗ്രഹിച്ച് അവർ സ്റ്റെപ്പ് എടുത്ത് മുൻപോട്ട് വെച്ചാൽ അവർ എന്ത് നേടുവാൻ ആഗ്രഹിച്ചുവോ അതും നഷ്ടപ്പെടും. പകരം തുടർന്ന് അവരുടെ ആത്മീയ ജീവിതം കൂടെ നഷ്ടപ്പെടും. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു സാധാരണപ്പെട്ട ലോകമകനെ പോലെ അല്ല ഒരു ദൈവ പൈതൽ. ഇവിടെ യൂദായുടെ ജീവിതത്തിൽ സംഭവിച്ചത്, യൂദ നേടുവാൻ ആഗ്രഹിച്ചത് മുഴുവൻ തിരിച്ചു കൊടുത്തു. എന്നിട്ട് അവസാനമായി സംഭവിച്ചത് പോയി കെട്ടിയാന്ന് എത്തും. എന്നാൽ അടുത്തൊരാളെ കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പ് ചൂണ്ടിക്കാണിക്കട്ടെ. മാത്യു ചാപ്റ്റർ 26 വേഴ്സ് 75, മത്തായി 26:75. ഇപ്പോൾ മനസ്സിലാക്കണം, ഒരാൾ രക്ഷപ്പെട്ടു, അടുത്ത ആൾ നശിച്ചു. 2 പേർക്കും ഉണ്ടായിരുന്നു ഒരു കാര്യം, കുറ്റബോധം. പത്രോസിനൊരു കുറ്റബോധമുണ്ടായിരുന്നു, യൂദായ്ക്ക് ഒരു കുറ്റബോധമുണ്ടായിരുന്നു. യൂദ അനുദപിച്ചു, പത്രോസും അനുദപിച്ചു. യൂദ അനുദപിച്ചിട്ട് ആത്മഹത്യ ചെയ്തു, പത്രോസ് കൊള്ളാവുന്നതിനായിട്ട് വെളിയിൽ വന്നു. നിങ്ങൾ മനസ്സിലാക്കുക, ഒരേ സിറ്റുവേഷൻസ്, ഒരേ അവസ്ഥയാണ്. എന്നാൽ എന്താണ് ഇവർക്ക് 2 പേർക്കും സംഭവിച്ചത്? 2 പേർക്കും സംഭവിച്ചത് 2 വ്യത്യസ്തമായിരിക്കുന്ന കാര്യങ്ങൾ. അവർക്ക് കുറ്റബോധം ഇല്ലാഞ്ഞിട്ടല്ല, കുറ്റബോധം അവരെ അനുതാപത്തിലേക്ക് നടത്തിയെങ്കിലും യൂദ അനുദപിച്ചത് അനുദപിക്കേണ്ടവരുടെ മുൻപിലല്ല, മറ്റുള്ളവരുടെ മുമ്പിലാണ്. പത്രോസ് അനുദപിച്ചത് ആർക്ക് മോചിപ്പിക്കുവാൻ സാധിക്കും അവൻ്റെ മുമ്പിൽ അനുദപിച്ചു. മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞു വന്നത്. പത്രോസ് അനുദപിച്ചത് ദൈവത്തിന് മുൻപിലാകുമ്പോൾ, ഈ ദൈവത്തിന് മാത്രമേ എൻ്റെ കുറ്റബോധത്തിൽ നിന്ന് എന്നെ വിടുവിക്കുവാൻ സാധിക്കത്തുള്ളൂ എന്ന് മനസ്സിലാക്കിയ സ്ഥാനത്ത് ദൈവത്തിൻ്റെ പാദങ്ങൾ പോയി അയ്യോ ഞാൻ പാപം ചെയ്തത് പറഞ്ഞപ്പോൾ അവൻ ക്ഷമിക്കപ്പെട്ടവനായിട്ട് കടന്നുപോയി. ഈ യൂദ ചെയ്തത്, താൻ മേടിച്ച പൈസയുമായിട്ട് മഹാപുരോഹിതൻ്റെ മുൻപിൽ ചെന്നിട്ട് മഹാപുരോഹിതനോട് പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തു പോയത് പറഞ്ഞു. എന്നിട്ട് അവക്കൊന്നും ചെയ്യുവാൻ സാധിച്ചില്ല. ആ കുറ്റബോധം അവനെ ആത്മഹത്യ ചെയ്തു. ശ്രദ്ധിച്ചോണേ, അനുദപിക്കേണ്ടവൻ്റെ മുൻപിൽ മാത്രമേ അനുദപിക്കാവൂ. ഇല്ലാതെ അനുദപിക്കുന്നതുകൊണ്ട് യാതൊരു ഗുണവുമില്ല, അത് നാശത്തിലേ അവസാനിക്കത്തുള്ളൂ. ശ്രദ്ധിച്ചോ ഞാൻ പറഞ്ഞ വേർഡ്, ശ്രദ്ധിച്ചോ ഞാൻ പറഞ്ഞ വേർഡ്. അനുദപിക്കേണ്ടവൻ മുമ്പിൽ അനുദപിച്ചോണം, അതൊരു അനുഗ്രഹമാണ്. അനുദപിക്കേണ്ടവൻ്റെ മുൻപിൽ അനുദപിക്കാതെ മറ്റ് കാണുന്നവരുടെ ഒക്കെ മുമ്പിൽ പോയി അനുദപിച്ചാൽ അവർക്ക് നമ്മളെ രക്ഷിക്കുവാൻ സാധ്യമല്ല, പകരം നമ്മുടെ ജീവിതം നാശത്തിലായിരിക്കും. ഇതാ അനുതാപമില്ലാഞ്ഞിട്ടല്ല, കുറ്റബോധമില്ലാഞ്ഞിട്ടല്ല, ഇതെല്ലാം അവരുടെ 2 പേരുടെ ഉള്ളിലുണ്ട്. പക്ഷെങ്കിൽ 2 പേരും എടുത്ത മെത്തേഡ് 2ആയിപ്പോയി. ഒന്ന് മനസ്സിലാക്കണം, ദൈവം ഈ കുറ്റബോധം ഒരു അനുഗ്രഹമാണ്. പക്ഷെങ്കിൽ ആർക്ക് അനുഗ്രഹമാണ്, അത് യൂദായ്ക്ക് അനുഗ്രഹമാകാതിരുന്നതിൻ്റെ കാരണം യൂദ അനുദപിക്കേണ്ടവൻ്റെ അടുത്ത് പോയി അനുദപിക്കാത്തതാണ്. ആ കുറ്റബോധം എവിടെ കൊണ്ട് ഇറക്കി വെക്കണമെന്നോ അവൻ അറിയത്തില്ല, അതുകൊണ്ട് അവൻ നശിച്ചു പോയി. പത്രോസ് എവിടെ കൊണ്ട് ഇറക്കി വെക്കണമെന്ന് മനസ്സിലാക്കി, അതുകൊണ്ട് അവൻ അനുഗ്രഹിക്കപ്പെട്ടു. ഞാൻ അതാ പറഞ്ഞത്, കുറ്റബോധം എന്ന് പറയുന്നത്, ഗിൽറ്റി കോൺഷ്യൻസ് എന്ന് പറയുന്നത് അനുഗ്രഹമാണ്, അതുപോലെ തന്നെ അത് ശാപവുമാണ്. നമ്മൾ മനസ്സിലാക്കണം, മനസ്സാക്ഷി കുറ്റബോധം ഇതെല്ലാ ദൈവമക്കളുടെ ജീവിതത്തിലുമുണ്ട്. നമ്മളൊരു കൊച്ചു കള്ളം പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു കോൺഷ്യസ് പറയും അയ്യോ ഞാൻ പാപം ചെയ്തു. നമ്മൾ ഒരു വഴിതെറ്റി നടന്നാൽ ഉടനെ പറയും നമ്മൾ പാപം ചെയ്തു. സംഭവം നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് മടങ്ങി വരുവാനാണ് പിന്നീട് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്ത് സംഭവിച്ചു? ഈ കുറ്റബോധം അവരെ വാസ്തവത്തിൽ നല്ലതാണ്, അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നുവെങ്കിൽ അവർ അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുവാൻ സാധിക്കും. നിങ്ങൾക്കറിയാം, എന്നാൽ ഇന്ന് ബലഹീന മനസ്സാക്ഷിക്ക് വേറെ വലിയ പ്രശ്നങ്ങളുണ്ട്. അവരെ എന്ത് ചെയ്യുമെന്നറിയാമോ? കുറ്റബോധം അവരെ അങ്ങ് അടിമപ്പെടുത്തും. അവരിതിന് 2ൻ്റെയും മുമ്പിൽ പോകത്തില്ല. അവർ ദൈവത്തിൻ്റെ അടുക്കലും പോകത്തില്ല, മനുഷ്യൻ്റെ അടുക്കലും പോകത്തില്ല. 2ൻ്റെയും മുമ്പിൽ പോകാതെ അവർ സ്വയമായിട്ട് അങ്ങ് ഏറ്റെടുക്കും. സ്വയമായി ഏറ്റെടുക്കുന്നതിൻ്റെ അനന്തര എഫക്റ്റാണ് മെൻ്റൽ പ്രോബ്ലം, മാനസിക രോഗം. ഇത് തുടങ്ങുന്ന ഒരു ചെറിയ കാര്യത്തിലാണ്. ആ ചെറിയ കുറ്റബോധം, ആ കുറ്റബോധത്തിന് നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് ലോകത്തിന് വളരെ ആവശ്യമായിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെന്ന് പറയുന്നത് കൗൺസിലേഴ്സ്, ആലോചന പറഞ്ഞു കൊടുക്കുവാൻ കഴിവുള്ളവർ. കാരണം എന്നാണെന്നറിയാമോ? എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിലും ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ട്.
എങ്ങനെ അതൊന്ന് വെളിപ്പെടുത്തണമെന്ന് പറയുവാൻ സാധിക്കാതെ ഒറ്റയ്ക്ക് ഇത് വഹിച്ച് മുൻപോട്ട് പോകുക. ഇത് മുൻപോട്ട് പോകുന്നിടത്തോളം അത് വീണ്ടും അതിൻ്റെ കനം കൂടി അവസാനമായിട്ട് നമ്മുടെ മൈൻഡിനെ ബലഹീനമാക്കുക, നമ്മുടെ മനസ്സാക്ഷിയെ ബലഹീനമാക്കി പിന്നീട് നേരെ നിൽക്കുവാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് കടന്നു വന്നു. കഴിഞ്ഞ ദിവസം ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ ഒരു മെൻ്റൽ രോഗവുമായിട്ടുള്ള ബന്ധത്തിൽ ഞങ്ങൾ വേറൊരു നാട്ടിൽ ഞാൻ ഒരു ദൈവദാസനുമായിട്ട് സംസാരിച്ചപ്പോൾ എന്നോട് അദ്ദേഹം ഇപ്രകാരം ചോദിക്കുകയുണ്ടായി. എന്നോട് പാസ്റ്ററെ, ഈ രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ അതിൻ്റെ സിംറ്റംസ് വെളിപ്പെട്ടെന്നേ ഉള്ളൂ, പക്ഷേ ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നേരത്തെ ഉള്ളതാണ്. ആക്ച്വലി അത് ഒരു റിയാലിറ്റിയാണ്. പെട്ടെന്നല്ല ഒരാളൊരു മാനസിക രോഗിയായി മാറ്റപ്പെടുന്നത്, കാലങ്ങളെടുക്കും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, മാനസിക രോഗിയാകേണ്ട ഒരു കാര്യവുമില്ല. ഒന്നുകിൽ നല്ല ആരെങ്കിലും ദൈവദാസന്മാരുടേതോ അതൊന്ന് ഓപ്പൺ ചെയ്യുമെങ്കിൽ, അല്ലെങ്കിൽ നേരെ പോയി ഹന്ന ചെയ്ത പോലെ ദൈവത്തോടത് ഓപ്പൺ ചെയ്തെങ്കിൽ അത് ചെയ്താലും മതി. മനുഷ്യൻ്റെ ആവശ്യമില്ല. ദൈവത്തിന് മുൻപാകെ നമ്മുടെ ഭാരങ്ങളൊന്ന് പോർ ഔട്ട് ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ, നമ്മുടെ നമ്മുടെ വേദനയെ ഒന്ന് പകരുവാൻ സാധിക്കുമെങ്കിൽ എന്താ സംഭവിക്കുന്നറിയാമോ? നമ്മുടെ മനസ്സാക്ഷി സ്ട്രെങ്തൻഡ് ആയിരിക്കും എന്ന് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഗിൽറ്റി കോൺഷ്യസ്. പലപ്പോഴും നമ്മുടെ മനസ്സാക്ഷിയെ കൊണ്ട് അത് ബലഹീനമാക്കി കളയുക. എനിക്കൊരു സഹോദരി അറിയുക. ആ സഹോദരി എന്നെ വിളിച്ചു, പാസ്റ്ററെ പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു എന്താ വിഷയം എന്നാന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എത്ര കൈ കഴുകിയാലും എനിക്ക് അത് ശുദ്ധമായെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പ്രാവശ്യം ഞാൻ ബാത്റൂമിലോട്ട് കയറും, ഞാൻ കൈ കഴുകും, സോപ്പിട്ട് ഞാൻ കൈ കഴുകും. കൈ കഴുകിയിട്ട് ഇറങ്ങാൻ നേരം വീണ്ടും ഞാൻ കൈയെ നോക്കും, ഉടനെ വീണ്ടും അഴുക്കാന്ന് ഫീൽ ചെയ്യുന്നു. വീണ്ടും പോയി ഞാൻ സോപ്പെടുത്ത് കൈ കഴുകി, വീണ്ടും കൈ കഴുകി. 4-5 വട്ടം കൈ കഴുകിയിട്ട് പാസ്റ്ററെ എൻ്റെ കൈ ശുദ്ധമാകുന്നില്ല. ഇതാ പ്രശ്നം. മനസ്സിലാവുക എവിടാ വിഷയമെന്ന്? കൊച്ചു കൊച്ചു വിഷയങ്ങളാണ്, പക്ഷേ അതിൻ്റെ എഫക്റ്റ് വളരെ വലുതാണ്. തുടക്കം ആ കുറ്റബോധം, പക്ഷേ അതിപ്പോൾ ആരും കാണുന്നില്ല. എന്തുകൊണ്ടായി കഴുകുന്ന ആരും അറിയുന്നില്ല. പക്ഷേ അതിൻ്റെ പിന്നിൽ ചരിത്രം നോക്കിക്കഴിയുമ്പോൾ അതിന് പർട്ടിക്കുലർ ഒരു പശ്ചാത്തലം അതിനുണ്ട്, ഒരു കഥ അതിന് പറയുവാനുണ്ട്. ആ കഥ മറ്റ് വെളിപ്പെടുത്തുവാൻ സാധിക്കാതിരുന്നുകൊണ്ട് ഉള്ളിൽ ഒതുക്കി മറ്റാരോടും പറയാതെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. ശ്രദ്ധിക്കണേ, ഗിൽറ്റി കോൺഷ്യസ് അനുഗ്രഹമാണ്. പക്ഷേ ഗിൽറ്റി കോൺഷ്യസ് അനുഗ്രഹമാകണമെങ്കിൽ വി ഹാവ് ടു ഓപ്പൺ ബിഫോർ ഗാഡ്. ഒരു മനുഷ്യന് മുമ്പിൽ ഓപ്പൺ ചെയ്യണമെന്നില്ല, ഒരു മനുഷ്യനോട് പറയണമെന്നില്ല. ദൈവത്തിന് മുൻപാകെ പോകാവുട്ട് ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ അതിനേക്കാൾ വലിയ വേറൊരു സ്ഥാനമില്ല. ദൈവത്തിൻ്റെ അടുക്കൽ അത് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, അത് ഉള്ളിൽ വെച്ചിരിക്കുന്നിടത്തോളം കാലം യു ബിക്കം മെൻ്റലി ഡിസീസ്ഡ് ആൻഡ് ഫിസിക്കലി ഡിസീസ്ഡ്. ശാരീരികമായി നിങ്ങൾ രോഗിയായിത്തീരും, മാനസികമായി രോഗിയായിത്തീരും. സങ്കീർത്തനം 32:4-5 വാക്യം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചോളുക. ദാവീദ് പറഞ്ഞു, ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. അപ്പോൾ സംഭവിക്കുന്നത് ഫിസിക്കലി ഒരു എൻകറേജ്മെൻ്റ് ഇല്ലാതെ, ഒരു ശക്തിയില്ലാതെ ബലഹീനമായി പോകുക. അവസാനമായിട്ട് ഗുഡ് കോൺഷ്യൻസ്, നല്ല മനസ്സാക്ഷി. ഹല്ലേലൂയ. ഗുഡ് കോൺഷ്യൻസ് നമുക്ക് വേറെ പേര് കൂടെ കൊടുക്കുവാൻ സാധിക്കും, ക്ലിയർ കോൺഷ്യൻസ്, ശുദ്ധ മനസ്സാക്ഷി. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് എക്സ്പെക്ട് ചെയ്യുന്നത്. വായിച്ചോട്ട് ആക്ട്സ് ചാപ്റ്റർ 23 വേഴ്സ് നമ്പർ 1. ആക്ട്സ് 23 വേഴ്സ് 1. പൗലോസിൻ്റെ ഒരു ബലം അതായിരുന്നു. പൗലോസ് പറഞ്ഞു, സഹോദരന്മാരെ, ദൈവത്തിന് മുൻപാകെ നല്ല മനസ്സാക്ഷിയോടുകൂടി ഞാൻ നടന്നിരിക്കുന്നു. ഒരു ക്ലിയർ കോൺഷ്യസ്, എ ഗുഡ് കോൺഷ്യസ്. തൻ്റെ കോൺഷ്യസ് ദൈവമായിരിക്കുന്ന ബന്ധത്തിൽ ഒരു രീതിയിലും തന്നെ ഭാരപ്പെടുത്തുന്നില്ല. പിന്നെയോ അത് തനിക്കൊരു ബലം കൊടുക്കുക, അത് തന്നെ അനുഗ്രഹത്തിലെ നടത്തും. വായിച്ചിട്ട് ഒരു വാക്യം കൂടെ, 1 തിമോത്തി ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 5 and 19. 1 തിമോത്തി ചാപ്റ്റർ 1 വേഴ്സ് 5. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസ് എഴുതുമ്പോൾ പറയുകയാണ്, നിന്നെ അവിടെ വിട്ടേച്ച് പോകുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ശുദ്ധ ഹൃദയമാണ്.
ഒരു പ്യൂരിഫൈഡ് ഹാർട്ട്, ഒരു നല്ല മനസ്സാക്ഷി. 3 പറയുന്നു, ഒന്നിൻ്റെ നിർവ്യാജ വിശ്വാസം. ഇതുകൊണ്ടാണ് ഞാൻ നിന്നെ അവിടെ ആക്കിയത്. There is no corruption in it. യാതൊരു കാപട്യം അതിനകത്തില്ല, യാതൊരു മുഖംമൂടിയും അതിനകത്തില്ല. പറയുന്നത് ശുദ്ധ മനസ്സോടെ ഒരു ദൈവ മക്കൾക്ക് ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു നല്ല സ്വഭാവമാണ് ഗുഡ് കോൺഷ്യൻസ്, നല്ല മനസ്സാക്ഷി. ബി ക്ലിയർ, വളരെ ക്ലിയർ ആയി പോവുക, ഒന്നും മറച്ചു വെക്കുന്നില്ല. എന്തെങ്കിലും മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് ഒന്ന് പറയുകയല്ല. മനസ്സിൻ്റെ ആഗ്രഹം, വാട്ട് എവർ വി സേ, നമ്മൾ എന്ത് പറയുന്നുവോ ആ പറയുന്നതിനകത്ത് എന്താണ് മനുഷ്യൻ മനസ്സിലാക്കുന്നത് അത് തന്നെയാണ് ആഗ്രഹം. നമുക്കറിയാം, നമുക്ക് പലതും മറച്ചു വെച്ചുകൊണ്ട് പലതും നമുക്ക് സംസാരിക്കാം, അതുകൊണ്ട് പലതും നമുക്ക് നേടുവാൻ സാധിക്കും. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവത്തോട് ശുദ്ധ മനസ്സാക്ഷിയുണ്ട്. ഞാൻ നിന്നെ, തിമത്തിയോസേ, നിന്നെ അവിടെ ആക്കുവാനായിട്ട് ആഗ്രഹിച്ചത് ആ ശുദ്ധ മനസ്സാക്ഷിയാണ്. നീ അവിടെ കഷ്ടപ്പെട്ട് ഞാനിവിടെ സുഖിക്കുവാനല്ല നിന്നെ അവിടെ ഞാൻ ആക്കിയത്. എൻ്റെ ആഗ്രഹം ശുദ്ധമാണ്. എനിക്കൊരു നല്ല മനസ്സാക്ഷിയുണ്ട്. ഞാനൊന്ന് ആഗ്രഹിച്ചു നിന്നെ അവിടെ ആക്കുവാൻ. വായിച്ചാട്ട് അതിൻ്റെ 19-ാമത്തെ വാക്യം നമ്മൾ മുമ്പേ വായിച്ചതാ. ചില നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞ് വിശ്വാസക്കപ്പൽ വിട്ടുപോയി. വായിച്ചാട്ട് 1 Peter chapter 2 verse 19. നോട്ട് ചെയ്താട്ട് 1 Peter chapter 2 verse 19, 3rd chapter verse 16 and 21, 3rd chapter verse 16 and 21. വായിച്ചാട്ട് ഒരു വാക്യം. അത് ദൈവത്തിന് പ്രസാദമാണ്. ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തം ഒരു ക്ലിയർ കോൺഷ്യൻസിന് വേണ്ടി, ദൈവത്തോടുള്ള ബന്ധത്തിന് വേണ്ടി അന്യായമായി ഞാൻ കഷ്ടം അനുഭവിക്കുന്നു. നിയമമായിട്ടല്ല, അന്യായമായിട്ടാണ് കഷ്ടം അനുഭവിക്കുന്നത്. അത് ദൈവത്തിന് പ്രസാദമാണ്, ദൈവത്തിന് വളരെ ഇഷ്ടമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഗുഡ് കോൺഷ്യസ് അഥവാ ഈ ക്ലിയർ കോൺഷ്യസ് നമ്മെ എന്ത് ചെയ്യിക്കുന്നു, എന്താണ് അതുകൊണ്ടുള്ള റിസൾട്ട്സ്. അതിൻ്റെ റിസൾട്ട്സ് എന്ന് പറയുന്നത് ഒന്ന് രണ്ട് വാക്യങ്ങൾ. ജോബ് ചാപ്റ്റർ 27 verse 6. ജോബ് 27 verse 6. എൻ്റെ നീതി ഞാൻ വിടാതെ മുറുകെ പിടിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഇയ്യോബ് തൻ്റെ ജീവിതത്തിൽ കൂടെ പറയുകയാണ്, എൻ്റെ ഹൃദയം, എൻ്റെ നാളുകൾ ഒന്നിനെയും ആക്ഷേപിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇയ്യോബിന് പറയുവാനുണ്ട്, എൻ്റെ ഹൃദയം എന്നെ കുറ്റപ്പെടുത്തുന്നില്ല, എൻ്റെ ഹൃദയം എന്നെ കുറ്റം വിധിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ വന്ന് ഇയ്യോബിനോട് പറഞ്ഞു, നീതി ചെയ്ത് നശിച്ചു പോയ ആരാണ്? അന്യായം ചെയ്തവർ മാത്രമേ നശിച്ചു പോകുകയുള്ളൂ. ഇങ്ങനെയുള്ള സകല ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ പലതും വിളിച്ചു പറഞ്ഞപ്പോൾ ഇയ്യോബിന് പറയുവാൻ ഒന്നുണ്ട്, എൻ്റെ ഹൃദയം എന്നെ കുറ്റം തരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും നഷ്ടപ്പെട്ടെങ്കിലും യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറയുവാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് തൻ്റെ ഉള്ളിൽ തന്നെ തനിക്കൊരു ബോധ്യമുണ്ടായിരുന്നു, ഞാൻ തെറ്റ് ചെയ്തിട്ടല്ല ഞാൻ കഷ്ടം അനുഭവിക്കുന്നത്. എൻ്റെ മൈൻഡ്, എൻ്റെ ഹൃദയം എനിക്ക് സാക്ഷി നിൽക്കുകയാണ്, എൻ്റെ ഹൃദയം എന്നോട് കൂടെ ഉണ്ട്. പ്രിയപ്പെട്ടവർ, നിങ്ങൾ മനസ്സിലാക്കണം, ഇത്രയും പ്രതികൂലങ്ങളുടെ മുൻപിൽ ഇയ്യോബേ നിനക്കെന്താ നിൽക്കുവാൻ കാരണം? ഒന്ന് പറയാനുണ്ട്, എൻ്റെ നല്ല മനസ്സാക്ഷി, എൻ്റെ ഗുഡ് കോൺഷ്യൻസ്, എൻ്റെ നല്ല മനസ്സാക്ഷി. ആ മനസ്സാക്ഷിക്ക് എനിക്ക് ഒരു കുറ്റബോധവും തരാത്തത് കൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് നിൽക്കാം. ആരെല്ലാം പറയുന്നു നീ തെറ്റുകാരെന്ന് പറയുമ്പോഴും അവരുടെ മുഖത്ത് നോക്കി എനിക്ക് പറയുവാൻ സാധിക്കും, ഞാൻ തെറ്റുകാരനല്ല. കാരണം എൻ്റെ മനസ്സാക്ഷി എന്നെ കുറ്റപ്പെടുത്തുന്നില്ല, എൻ്റെ ഹൃദയം എന്നെ കുറ്റപ്പെടുത്തുന്നില്ല. ഒന്ന് മനസ്സിലാക്കണം, ജീവിതത്തിൻ്റെ ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും ധൈര്യമായിട്ട് മുൻപോട്ട് കടന്നു പോകണമോ, ഈ മനസ്സാക്ഷി അകത്തുനിന്നൊരു ബലം തരേണ്ടത് ആവശ്യമാണ്. ഈ മനസ്സാക്ഷി അകത്തുനിന്നൊരു ബലം തരുമ്പോൾ ഏത് പ്രതികൂലങ്ങളെയും അതിജീവിച്ച് മുൻപോട്ട് പോകുവാൻ സാധിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ സ്പിരിച്വൽ ലൈഫിൽ ഒരു പർട്ടിക്കുലർ സമയത്ത് ഞാൻ ദൈവത്തിന് മുൻപാകെ ഒരു പർട്ടിക്കുലർ വിഷയത്തിന് വേണ്ടി കൺഫർമേഷൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ വാവിട്ട് ഞാൻ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം എനിക്കൊരു കൺഫർമേഷൻ അവിടെ വെച്ച് തന്നു.
അതിനുശേഷം ഒരു കാര്യം സംഭവിച്ചു. എൻ്റെ മുൻപിൽ വന്നതായിരിക്കുന്ന പല പ്രതികൂലങ്ങളുണ്ട്. അതിനെ മുഴുവൻ അതിജീവിക്കുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. അതിന് കാരണം മറ്റൊന്നുമല്ലായിരുന്നു, എൻ്റെ ഹൃദയം എന്നോട് തന്നെ പറയുന്നുണ്ട്, ഗാഡ് സെലക്ടഡ് യു. നീ, ദൈവം നിന്നെ തിരഞ്ഞെടുത്തതാ. നീ ദൈവത്തിൻ്റെ പൈതല. ദൈവമാണ് നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുന്നവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ശലോമോനെ, നിന്റെ ജീവിതത്തിൽ എത്രത്തോളം പ്രശ്നങ്ങളുണ്ടായാലും യഹോവയുടെ ആലയത്തിലെ സകല വേലയും നിവർത്തിക്കുന്ന നാൾ വരെ ദൈവം നിന്നെ കൈവിടത്തില്ല. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസ് അതാ. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം അതാ. ആകാശം കീഴ്മേൽ മറിഞ്ഞോട്ടെ, ഭൂമി മാറിപ്പോകട്ടെ, മലകൾ സമുദ്രത്തെ വീണു പോകട്ടെ, എങ്കിലും ഒരു കാര്യം സത്യമാ, ദൈവത്തിൻ്റെ വാഗ്ദത്തം ദൈവം നിറവേറ്റും. എനിക്ക് ധൈര്യമായിട്ട് മുൻപോട്ട് പോകുവാൻ സാധിക്കും. എൻ്റെ ഇടവും വലതും 10,000 വീഴും, എങ്കിലും അതെന്നോട് അടുക്കത്തില്ല. എൻ്റെ മനസ്സ്, എൻ്റെ കോൺഷ്യസ് ദൈവത്തിനു മുമ്പാകെ ക്ലിയർ ആയിരിക്കുന്നുവെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഒരു ബാധയും നിന്റെ കൂടാതെ അടുക്കുകയില്ല. എന്താ നിങ്ങൾ മനസ്സിലാക്കിയിട്ട്, ഹിസ്കിയാ രാജാവിനോട് ദൈവം കൽപ്പിച്ചു, ഹിസ്കിയാവേ, നീ നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലായിക്കോ, നീ മരിക്കാൻ പോവാ. ഹിസ്കിയാവ് തിരിഞ്ഞ് ചുവരിനോട് കിടന്ന് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പ്രാർത്ഥിപ്രകാരമാ, അയ്യോ ദൈവമേ, ഞാൻ ഹൃദയ പരമാർത്ഥതയോടും നിർമ്മലതയോടും കൂടെ കഴിഞ്ഞ നാളുകൾ നടന്നിരുന്നത് നീ ഓർക്കണം. എത്ര കോൺഫിഡൻസ് ആണെന്ന് നോക്കി. താൻ മരിക്കാൻ പോകുന്ന ദൈവം കൽപ്പിച്ചപ്പോൾ, നീ മരിക്കാൻ പോകാൻ ദൈവം പറഞ്ഞപ്പോൾ, താൻ തിരിഞ്ഞെടുത്ത് തനിക്ക് പറയുവാനുണ്ട്, എൻ്റെ കർത്താവേ, ഞാൻ ഇത്രയും കഴിഞ്ഞ നാളുകൾ മുഴുവൻ നിന്നത് ഹൃദയത്തിൻ്റെ നിർമ്മലതയിലാണ്, ഹൃദയത്തിൻ്റെ ശുദ്ധിയിലാണ് ഞാൻ നിന്നത്. ദൈവത്തിന് മുൻപാകെ പ്രാർത്ഥിക്കുവാനായിട്ട് ബലം ലഭിച്ചതിൻ്റെ കാരണമെന്ന് പറയുന്നത്, കഴിഞ്ഞ നാളുകൾ തൻ്റെ ഹൃദയം തന്നെ കുറ്റം വിധിച്ചില്ല, ഒരു ഗുഡ് കോൺഷ്യസ്. അതുകൊണ്ട് എന്ത് ലഭിച്ചു? ഈ പ്രതികൂലങ്ങളെ ജയിക്കുവാനായിട്ടിടയായിത്തീർന്നു. നിങ്ങൾക്കറിയാം അപ്പോസ്തലനായ പൗലോസിൻ്റെ കാര്യം. പൗലോസിനെ റോമിലേക്ക് കടന്നു പോകുമ്പോൾ വഴിയിൽ കണ്ട ആൾക്കാരെല്ലാം വിളിച്ചു നിർത്തി ഇപ്രകാരം പറയുന്നുണ്ട്, പൗലോസെ, നീ റോമിലേക്ക് പോകരുത്, അവർ നിന്നെ ബന്ധിക്കും, നിന്നെ കൊന്നുകളയും. പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളിങ്ങനെ എൻ്റെ ഹൃദയം കരഞ്ഞ് കലക്കുന്നു എന്തിനോ? എൻ്റെ കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി മരിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. എന്താ? തനിക്ക് തന്നെ ഉറപ്പുണ്ട് താൻ നടക്കുന്നത് ശരിയായ രീതിയിലാണ്. ഞാൻ റോമിലേക്ക് പോകുന്നത് ദൈവത്തിന് ഹിതമാണെന്ന് പൗലോസ് വ്യക്തമായിട്ട് മനസ്സിലാക്കി. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നത്തെ കാലത്താണെങ്കിൽ ഏതെങ്കിലും പ്രവാചകന്മാരൊക്കെ പറഞ്ഞു തന്നതിനെയും ഈ പോകുന്നത് ദൈവത്തിൻ്റെ ഹിതമല്ല, ദൈവത്തിൻ്റെ ആലോചന, കാരണം അങ്ങോട്ട് കൊല്ലാനല്ലേ പോകുന്നത്. പക്ഷെങ്കിൽ അന്നും പറഞ്ഞു കാണുമ്പോൾ നമുക്കറിയത്തില്ല. പക്ഷേ പൗലോസിന് ഒരു കാര്യം ഉറപ്പുണ്ട്, ഇതാണ് ഈ എന്നെ നടത്തുന്ന കോൺഷ്യൻസ്, ദൈവത്തിൻ്റെ ഹിതം എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഐ ആം ദ റൈറ്റ് ട്രാക്ക്, നല്ല വഴിയിൽ കൂടെയാണ് നടക്കുന്നത്. ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഞാനിവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഒരു നല്ല ശുദ്ധ മനസ്സാക്ഷിയെങ്കിൽ എൻ്റെ ഏത് പ്രതികൂലങ്ങളുടെയും മുൻപിൽ തരണം ചെയ്യുവാൻ ബലം തരും. ഒരു ശുദ്ധ മനസ്സാക്ഷി ഉണ്ടെങ്കിൽ, ഒരു ഗുഡ് കോൺഷ്യസ് ആകുന്നുവെങ്കിൽ, ഒരു നല്ല മനസ്സാക്ഷി എനിക്കുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ, ഏത് പ്രതിസന്ധികളുമായിക്കൊള്ളട്ടെ, ആ പ്രതിസന്ധികളുടെ ഒക്കെയും നടുവിൽ ഒരു നല്ല മനസ്സാക്ഷി എനിക്കുണ്ടെങ്കിൽ, എൻ്റെ പ്രതികൂലം എനിക്ക് മുൻപിൽ ഒരു പ്രശ്നമല്ല, ഞാനതിനെ ഓവർകം ചെയ്യും. ഞാൻ ചെയ്യുന്നത് ശരിയാ, ഞാൻ ദൈവത്തോട് മനുഷ്യരോട് കുറ്റമില്ലാത്തൊരു മനസ്സാക്ഷി ഉണ്ടെങ്കിൽ പിന്നെ എനിക്കെന്ത് ഭയക്കാനാ? ദൈവം എന്നോടുകൂടി ഉണ്ടെങ്കിൽ, ലോകത്തിൽ ആര് കൂടെ ഇല്ലെങ്കിൽ എന്താ അതിൻ്റെ പ്രശ്നം? ദൈവം എന്നോട് കൂടി ഉണ്ടെങ്കിൽ എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടക്കാം. എങ്ങനെ ഈ ഗുഡ് കോൺഷ്യസ് കിട്ടും? ഗുഡ് കോൺഷ്യസ് വേണമെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം, ഒന്ന് ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുക, ബൈ ഒബേയിങ് ദ ഗാഡ്സ് വേർഡ്. 2, ദ ഫെയ്ത്ത് ഇൻ ഗാഡ്സ് വേർഡ്, ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ വചനത്തിൽ ചാരുക, ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ അനുസരിക്കുക. ദൈവത്തിൻ്റെ വചനം ഞാൻ അനുസരിക്കുന്നിടത്തോളം നിങ്ങൾക്കറിയാം, അപ്പോസ്തലനായ പത്രോസ് ഇപ്രകാരം പറയുന്നു, സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്കായുള്ള അപേക്ഷയ്ക്കായിട്ട് അത്രേ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ നമ്മെ രക്ഷിക്കുന്നു. സ്നാനം നമ്മെ രക്ഷിക്കുന്നു. എന്തിനാ? യേശുക്രിസ്തു എപ്പോൾ? യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ. എന്തിനാ?
സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാൻ എന്താ അതിൻ്റെ കാരണം? ഒരു ക്ലിയർ കോൺഷ്യസ്. എന്താ അതിൻ്റെ കാരണം? എന്നാ? സ്നാനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ദൈവത്തിൻ്റെ കൽപ്പനയായതുകൊണ്ട് അതിനെ എനിക്ക് മാറ്റി നിർത്തുവാൻ സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ കൽപ്പനയെ ഞാൻ ഒബേ ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ അനുസരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് ക്ലിയർ കോൺഷ്യസ്, ഒരു നല്ല മനസ്സാക്ഷി. ആ നല്ല മനസ്സാക്ഷി ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ സാധിക്കും. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം കേട്ട സകല പ്രിയപ്പെട്ടവർക്കും ദൈവം ഒരു ഗുഡ് കോൺഷ്യൻസ് തന്ന, വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി, ബലമുള്ളവരായി മുൻപോട്ട് കടന്നു പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.